സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പിന്നെ മാനസികമായിട്ടൊട്ടും ഒക്കെ അല്ലാത്തൊരവസ്ഥയിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു എന്താ പറയുക, ഒന്നുകിലും ഉറക്കമുണ്ടാവില്ല, ഉറക്കമുണ്ടാവണമെന്നുണ്ടെങ്കിൽ പിന്നെ കെമിക്കൽ ഇംബാലൻസ് ഇല്ലാത്തൊരവസ്ഥ എത്തണം. അങ്ങനെയൊക്കെയുള്ള സ്ഥിതിഗതികളുണ്ട്. വല്ലാത്ത സങ്കീർണമായൊരു സാഹചര്യത്തിൽ കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അതിനിടയിൽ കൂടിയാണ് പിന്നെ കുട്ടിയാപ്പാക്കയ്ക്ക് സുഖമില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നത്. എൻ്റെ ലോക്കൽ സെക്രട്ടറിയാണ്, എനിക്ക് വളരെ അടുത്ത ബന്ധമുള്ള കുടുംബമാണ്, ഒക്കെയാണ്. ഇന്നിപ്പം പുള്ളിയുടെ മകൻ എന്നെ ഒരു ഉച്ചയ്ക്ക് ഒരു 12 മണി കഴിയുമ്പോൾ എന്നെ വിളിച്ചു. വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഉപ്പാൻ്റെ അവസ്ഥ കുറച്ചുകൂടി സീരിയസ് ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നീട് അവനെ വിളിച്ചപ്പോൾ കിട്ടുന്നില്ല. ഞാനൊരു 2 മണി 3 മണിയായപ്പോൾ പിന്നെ വിളിച്ചപ്പം മൂപ്പര അനിയൻ ഹൈദരാക്കാനെയാണ് പിന്നെ കിട്ടുന്നത്, കുട്ടിയാപ്പാക്കൻ്റെ അനിയൻ. അപ്പോൾ എന്നോട് പറഞ്ഞു വെന്റിലേറ്ററെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്, സ്ഥിതി പിന്നെ മോശമാണെന്ന് പറഞ്ഞു. ഓക്കെ, മനസ്സിന് വല്ലാത്തൊരു മടുപ്പ് തോന്നിപ്പോവുക ജീവിതത്തിൽ. അത് കുറേ കാലങ്ങളായിട്ടുണ്ട്. എനിക്ക് ചില സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് സൈക്കിക് ഡിസോർഡറിലേക്ക് പോകും. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. ഇടപ്പള്ളി രാഘവൻ നായരുടെ പിന്നെ വരികളൊക്കെ എനിക്ക് വളരെ പ്രിയപ്പെട്ടതായി തീർന്ന ഒരു പക്ഷേ ഈ ആത്മഹത്യയെക്കുറിച്ച് വർഷങ്ങളായിട്ട് ചിന്തിക്കാറുണ്ട്. ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല കേട്ടോ, അത് വേറെ കാര്യം. ഇടപ്പള്ളി രാഘവൻ നായരുടെ ഒരു വരിയുണ്ട്, പിന്നെ എന്നുള്ളിലെന്നും ചിറകടിച്ചിടുന്ന ഇടപ്പള്ളി രാഘവൻ പിള്ള, നമ്മുടെ ചങ്ങമ്പുഴയുടെ സുഹൃത്ത്, ആത്മഹത്യ ചെയ്ത ആള്. എന്നുള്ളിലെന്നും ചിറകടിച്ചിടുന്ന പൊന്നിൻ കിളിയെ പുറത്തയച്ചിടുവാൻ. അടുത്ത വരി കിട്ടുന്നില്ല. പിന്നെ അതിൻ്റെ അടുത്ത സ്റ്റാൻസ, ആതങ്ക സിന്ധുവിലാണ്ട് ഭൂമി എനിക്ക് ആലംബം നീയല്ലാതെ ആര് വേറെ. പിന്നെ മരണത്തെ പ്രണയിക്കുന്നൊരു വല്ലാത്തൊരു മാനസികാവസ്ഥ പറയുന്നുണ്ട്. അങ്ങനെ ഈ മരണത്തെ ആൾക്കാർ വല്ലാതെ ഇഷ്ടപ്പെട്ട് പോകുന്നൊരു പിന്നെ സാഹചര്യം ഉണ്ടാവും. കാരണം ഈ ഭൂമിയിലെ മടുപ്പ് നമ്മളെ വല്ലാതെ പിന്നെ എന്താ പറയുക, വെറുപ്പിച്ച് കളയും. കാണുന്നതൊന്നും നല്ല കാഴ്ചകളല്ല, ദുരന്തങ്ങളുടെ വാർത്തകളാണ് കേൾക്കുന്നത്. എന്തിനാ ജീവിച്ചിരിക്കണമെന്ന് തോന്നിപ്പോവും, ഒക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഇതൊന്നും പറയാനല്ല വന്നത്, എന്നാൽ തന്നെ പിന്നെ പക്ഷെ ഞാൻ ഒരിക്കലും ആത്മഹത്യ ഇല്ല എന്നുള്ളത് എൻ്റെ തീരുമാനം തന്നെയാണ്. കാരണം ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പപ്പയില്ല, മമ്മിയില്ല, അനിയത്തിമാരെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ പറ്റില്ല. അവർക്ക് ഒരു നീറാത്ത വേദന സമ്മാനിച്ചുകൊണ്ട് ഇപ്പോൾ അളിയന്മാരും ഉണ്ട്, പണ്ട് അനിയത്തിമാരേ ഉള്ളൂ. അപ്പം പിന്നെ ഞാൻ പണ്ടും ചിന്തിക്കാറുണ്ടായിരുന്നു, എൻ്റെ പപ്പയും മമ്മിയും അനിയത്തിമാരും ഒക്കെ മരിച്ചു പോയിട്ട് എനിക്ക് മരിക്കാൻ പാടുള്ളൂ എന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ മരണം അവർക്ക് താങ്ങാൻ പറ്റില്ല, അവരുടെ മരണം എനിക്ക് താങ്ങാൻ പറ്റും എന്നുള്ള വിശ്വാസം കൊണ്ട്. അത് പോട്ടെ, ഇപ്പോൾ അനിയത്തിൻ്റെ മക്കളുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടിലേക്കൊന്നും പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ ജേർണലിസം ഫീൽഡിലേക്ക് എങ്ങനെയാണ് വന്നതെന്നുള്ളതാണ് പറയാൻ പറ്റുന്നത്. ജേർണലിസം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ജേർണലിസ്റ്റ് ആണെന്നുള്ള അവകാശവാദത്തിലൊന്നുമല്ല. ഞാൻ നടത്തു നോക്കുന്നതും പിന്നെ അത്ര വലിയ എന്താ പറയുക മഹത്തരമായ മാധ്യമ പ്രവർത്തനമാണെന്നുള്ള അവകാശപ്പെടുന്നില്ല. ഒരു ലോകത്തിൻ്റെ കോണിലിരുന്നിട്ട് എന്തൊക്കെയോ വ്ളോഗ് ചെയ്യണു, വായിത്തുനിന്നൊക്കെ വിളിച്ചു പറയണു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് പിന്നെ ഒരുപാട് കാര്യങ്ങളൊന്നും സ്റ്റാമ്പ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷേ ഡിഗ്രി കഴിയുന്ന സമയത്ത് ഡിഗ്രി കഴിയുമ്പം എന്നോട് ടീച്ചേഴ്സ് പറഞ്ഞത് ഒന്നുകിൽ LLBക്ക് പോകണം അല്ലെങ്കിൽ ജേർണലിസത്തിന് പോകണം എന്നുണ്ടായിരുന്നു. പിന്നെ അധ്യാപകർ പലരും പറഞ്ഞിട്ടുണ്ട് എന്നോട്, ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആസാദ് മാഷ് ഉൾപ്പെടെ, രാജൻ മാഷ് ഉൾപ്പെടെ, എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ഹെഡായിരുന്ന ഹിസ്റ്ററിയുടെ ഡിപ്പാർട്ട്മെൻ്റ് ഹെഡായിരുന്ന ഡോക്ടർ വിജയലക്ഷ്മി ടീച്ചർ ഉൾപ്പെടെ ഒക്കെയുള്ളവരെല്ലാവരും പിന്നെ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ഒന്നുകിൽ LLBക്ക് പോകണം പിന്നെ അല്ലെങ്കിൽ ജേർണലിസത്തിന് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഡിഗ്രി കഴിഞ്ഞിറങ്ങുമ്പം വീട്ടിലെ അവസ്ഥ വളരെ മോശമാണ്. അപ്പോൾ ഞാൻ പിന്നെ PGക്ക് പോവുകയോ LLBക്ക് പോവുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അനിയത്തിമാരുടെ പഠിത്തം മുടങ്ങും. അപ്പോൾ ഒരാൾ ഡിഗ്രിക്ക് പിന്നെ രാജി ഡിഗ്രി പിന്നെ ഫസ്റ്റ് ഇയറിനപ്പോൾ ചേരാൻ നിൽക്കുകയാണ്. രജനി അന്ന് പിന്നെ PDC പഴയ ഇപ്പോഴത്തെ +2 അതിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് നോക്കുമ്പോൾ വീട്ടിലെ അവസ്ഥ വളരെ പ്രശ്നമാണ്. അപ്പോൾ ഞാനങ്ങനെ നാട്ടിൽ പാറമട തുടങ്ങി. ഞാനും എൻ്റെ സുഹൃത്ത് കരുവാടൻ മുജീബും പിന്നെ സാജൻ K നായരും, ഞങ്ങൾ 3 പേരും കൂടിയിട്ട് പാറമട തുടങ്ങി. പിന്നീട് സാജൻ പിന്നെ അതിൽ നിന്ന് സമയത്ത് വിട്ടുപോയി. കാരണം അതിൻ്റെ പോക്ക് അവനുദ്ദേശിക്കുന്ന രീതിയിൽ അവനതിലേക്കൊന്ന് കോംപ്ലിമെൻറ്റ് ചെയ്യാൻ പിന്നെ എന്താ പറയുക കോൺട്രിബ്യൂട്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല എന്നുള്ള തോന്നൽ വന്നപ്പോൾ അവൻ പറഞ്ഞ് ഞാൻ വിടുക എന്നുള്ളൂ. പിന്നെ മുജീബ് ഞാൻ കുറച്ച് കാലം കൂടെ നടത്തി. പിന്നെ മുജീബുമായിട്ടും പിന്നെ പിരിഞ്ഞു. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വേറെ പിന്നെ സ്ഥലത്ത് പാറമടയാൻ തുടങ്ങി. അങ്ങനെയാണ് നടത്തിയത്. ആദ്യം തുടങ്ങിയത് മുജീബിൻ്റെ ഉപ്പാടെ പിന്നെ പാറമടയാണ്, മൊയ്തിയാക്ക എന്ന് പറയും, കരുവാട മൊയ്തിയാക്കേൻ്റെ. ഇത് തുടങ്ങി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പം അപ്പം രാവിലെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ ബൈക്കെടുത്ത് പാറമടയിൽ പോയി. പിന്നെ അവിടെ ഒരു ദിവസം ലോഡിങ്ങുകാരില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലോഡിങ്ങുകാരനായിട്ട് കയറും ലോറിയിൽ. കാരണം 3 ലോഡിങ്ങുകാരെങ്കിലും മിനിമം വേണം, എന്നാലേ ഈ വലിയ കല്ലെടുത്ത് ബോളറെടുത്ത് പിന്നെ ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സോളിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ മെറ്റലാണെങ്കിൽ കുഴപ്പമില്ല. മെറ്റലടിക്കാനൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. പണിക്കാരണ്ണന്മാരാണ്, തമിഴന്മാരാണ്. അവരും ചിലപ്പം ഈ പിന്നെ ശനിയാഴ്ച ദിവസം ആരെങ്കിലും ലീവാകും. കാരണം എന്താ വെച്ചാൽ വെള്ളിയാഴ്ച അടിച്ച് ഓഫായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശനിയാഴ്ച ലീവാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ പിന്നെ മുട്ടിയെടുത്തിട്ട് 20 പിന്നെ കിലോയുടെ ഹാമർ എടുത്തിട്ട് കല്ല് പൊട്ടിക്കാൻ നിൽക്കും. ഇവരുടെ കൂടെ കയറിട്ട് കയറിയിട്ട്
ഈ കംപ്രസർ കൊണ്ട് പിന്നെ പാറയ്ക്ക് കുഴി കുത്തും. പിന്നെ ഞാൻ പിന്നെ ബീഡി വലിക്കാൻ തുടങ്ങിയത് അങ്ങനെയാണ്. ഈ വെടി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഈ സാധനത്തിൽ തീ കൊടുക്കണം. അപ്പോൾ നമ്മൾ ബീഡി കത്തിച്ചിട്ടാണ് കൊടുക്കുക. അപ്പം ചിലപ്പോൾ ഒരു മണിക്കാരും മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുണ്ടെങ്കിൽ, ഒരെണ്ണം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ, അപ്പോൾ ആ സമയത്ത് ഈ പിന്നെ 8 or 7 കുഴിയിൽ ഈ പിന്നെ വെടി പൊട്ടിക്കാൻ വേണ്ടി തീ കൊടുത്തിട്ട് ഓടണം. കാരണം പാറ പൊട്ടിത്തെറിച്ചങ്ങ് വരും. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ആണ് ഞാൻ ഈ വീഡിയോ വലിക്കാൻ തുടങ്ങണേ. അങ്ങനെ ഈ പിന്നെ ഒരു 4 അണ്ണനും തീ കൊടുക്കും, ഒരു 4 ഞാനും തീ കൊടുക്കും. എന്നിട്ട് ഓടും. ഓടിയിട്ട് എവിടെയെങ്കിലും പിന്നെ തെങ്ങിൻ്റെ മറവിലോ എവിടെയെങ്കിലുമൊക്കെ നിൽക്കും. കാരണം കല്ല് തെറിച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പിന്നെ 2000 എൻ്റെ സുഹൃത്ത് നസീമ ഇപ്പോൾ അഡ്വക്കേറ്റാണ്. നസീമയുടെ ഹസ്ബൻഡ് ഷാനവാസ് ഒരു ലീഡിങ് അഡ്വക്കേറ്റാണ്. കോഴിക്കോട് കോടതിയിലും താമരശ്ശേരി കോടതിയിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നസീമ ഞങ്ങളെ കോളേജിലെ പിന്നെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു, വൈസ് ചെയർമാനൊക്കെ ആയിരുന്നു. അപ്പോൾ അന്ന് ഇവരെല്ലാവരും എനിക്ക് കത്തെഴുതും. നസീമ എന്ന് പറയുന്ന ആൾ, അതേപോലെ തന്നെ ചന്ദ്രൻ എന്ന് പറയും, പഴയ എസ് എഫ് ഐയുടെ DC മെമ്പറാണ്. അബ്ദു പഴയ എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. മൈമുന എൻ്റെ കൂടെ വൈസ് ചെയർമാനായിരുന്നു, എൻ്റെ സീനിയറാണ്. മൈമുനായിട്ടൊക്കെ എപ്പോഴും എല്ലാവരായിട്ടൊക്കെ എനിക്ക് കണക്ഷൻ ഉണ്ട് കേട്ടോ. ഇവരെല്ലാവരും കത്തെഴുതും. ഷഹീല എല്ലാവരും കത്തെഴുതി കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് മറുപടി അയക്കില്ല. എനിക്ക് പണ്ടേ ഉള്ള സ്വഭാവം. സ്കൂളിൽ പഠിക്കുന്ന കൂട്ടുകാരാണെങ്കിലും എനിക്ക് കത്തെഴുതുമായിരുന്നു. ഈ അഡ്രസ്സ് വെച്ചിട്ട് സുദേശ്, നജ്മ, പിന്നെ ഷിയാസ് ഒരു വട്ടമായിട്ടേ കത്തെഴുതിയിട്ടുള്ളൂ. പിന്നെ വിൽസൺ, ഇങ്ങനെയൊക്കെ കത്തെഴുതിയിരുന്നു. അപ്പോൾ ഞാൻ ഈ കത്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എഴുതാൻ ഭയങ്കര മടിയാണ്. എനിക്കിപ്പോഴും മലയാളം എടുത്തെഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം. ഇംഗ്ലീഷ് ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, കാരണം അത് റണ്ണിങ് ലെറ്ററിൽ പോകും. ഈ മലയാളം റണ്ണിങ് ലെറ്ററിൽ എഴുതാനും പറ്റില്ലല്ലോ, വായിക്കാൻ തിരിയണ്ടേ. മറ്റേത് പിന്നെ ഒറ്റ കുനുകുനാന്ന് പറഞ്ഞിട്ട് ഒറ്റ പിന്നെ ലൈനങ്ങ് പോകും. അപ്പോൾ ഞാൻ ഈ കത്തിന് മറുപടി അയക്കില്ല. അതിനിവരൊക്കെ പരാതി പറയായിരുന്നു. അങ്ങനെ നസീം എനിക്കൊരു കത്തയക്കുന്നു. എന്നെ പിന്നെ രാജു എന്ന് കോളേജിൽ പഠിച്ചവരിൽ ആകെ വിളിക്കാറുള്ളത് നസീമയായിരുന്നു. അപ്പോൾ നസീമ എനിക്കൊരു കത്തയക്കുന്നു. അവളന്ന് ലോ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുക, കോഴിക്കോട് വെള്ളിമാട് കുന്നിൽ. എനിക്ക് തന്നെ അത്യാവശ്യമായിട്ട് കാണണം എന്നാണ്. അപ്പോൾ ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ ഈ 3 പെൺകുട്ടികളാണ് അവളെ വീട്ടിലുള്ളത്. ഇവൾക്കും 2 അനിയത്തിമാരും ഉള്ളത്. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ പ്രൊപ്പോസൽസ് കണ്ടുപോകാൻ വന്നുകൊണ്ടിരിക്കും. ഇവളാണെങ്കിൽ കാണാൻ പിന്നെ നല്ല ഭംഗിയുള്ള പെൺകുട്ടിയായിരുന്നു, നല്ല പിന്നെ മിടുക്കിയാണ്, ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണല്ലോ വൈസ് ചെയർമാൻ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് മാറിയത്. നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. എനിക്കിപ്പോഴും ഉണ്ട് കഫൻ കഹാഹെ എന്ന് പറഞ്ഞിട്ട് ഹിന്ദി നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ കളിയാക്കി പറയാറുണ്ടായിരുന്നു. നസീം എനിക്കൊരു കത്തയക്കുന്നു, പിന്നെ അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൾക്ക് എന്താ വെച്ചാൽ ഈ പ്രൊപ്പോസൽസ് വരുമ്പോൾ ഉണ്ടാകുന്നത് പലപ്പോഴും ബ്ലോക്ക് ചെയ്യാറുള്ളത് ഇവളുടെ ഇച്ചാപ്പ എന്ന് പറയും. അവർ മുക്കത്തുകാർ പിന്നെ എളാപ്പാന്നൊന്നുമല്ല പറയുക. അച്ഛൻ്റെ അനിയനെ ഇച്ചാപ്പ എന്നാണ് പറയുക, മാപ്പാൻ്റെ അനിയനെ. അപ്പോൾ അതിന് മുമ്പ് ഇവൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കല്യാണം വന്നപ്പോൾ ഞാനാണത് പിന്നെ പറഞ്ഞ് പുള്ളിയോടൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് ഇത് ബ്ലോക്ക് ചെയ്തത്. അന്ന് അവൾ പട്ടർക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ എന്നെ അതേപോലെ പിന്നെ അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്നു, ഹോസ്റ്റലിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല, പെൺകുട്ടികളുടെ ഹോസ്റ്റലാണ്. അങ്ങനെ അവൾ പുറത്തേക്ക് വന്നിട്ട് സംസാരിച്ചിട്ട് പിന്നീട് ഇവിടെ പിന്നെ ഇച്ചാപ്പയുടെയൊക്കെ അന്നത്തെ ലാൻഡ് നമ്പറൊക്കെ മേടിച്ചിട്ട് ഞാൻ വിളിച്ചിട്ടൊക്കെയാണ് അത് പിന്നെ കൈകാര്യം ചെയ്യുന്നത്. ഇവൾ ഈ LLB കുടിക്കുന്ന സമയത്ത് ഇവർക്ക് ഈ പ്രൊപ്പോസൽസിൻ്റെ സമ്മർദ്ദം ഭയങ്കര. ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് പിന്നെ കാണാൻ നല്ല സ്മാർട്ടായിട്ടുള്ള പെൺകുട്ടി, പിന്നെ 3 പെൺകുട്ടികളുണ്ട്. അപ്പോൾ ഈ അബ്ദുള്ള കുട്ടിയാക്കാന്ന് പറയാവളോ മാപ്പാൻ്റെ പേര്, മുക്കത്ത്. അപ്പം ഇവള് ഈ കല്യാണാലോചനയുടെ സമ്മർദ്ദം കൊണ്ടാണ് എന്നെ വിളിച്ചത്. അങ്ങനെ ചെന്ന് ഞാൻ പിന്നെ ഇവളെ ലോ കോളേജിൽ ചെന്നിട്ട് പിന്നെ ലോ കോളേജിൽ നിന്ന് ഞങ്ങൾ അന്നത്തെ സത്യശീലൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രിൻസിപ്പളായിരുന്നു ഉണ്ടായിരുന്നത്. ഇയാളെ കൂടെ ചായയൊക്കെ കുടിച്ചു. അവൾ പറഞ്ഞു എനിക്ക് പ്രിൻസിപ്പളായിട്ട് നല്ല ബന്ധമാണെന്ന് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തി തന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 2 കൂടി ബീച്ചിൽ പോയി, കോഴിക്കോട് ഇരുന്ന് സംസാരിക്കണമല്ലോ. ഈ ബീച്ചിലിരുന്നപ്പോൾ നല്ല വെയിലത്താണ്. അപ്പോൾ ഒരു കുടയൊക്കെ പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ ഒരു കൈനോട്ടക്കാരൻ വന്നു. എനിക്ക് ഭയങ്കര രസമുണ്ട്. കൈനോട്ടക്കാരൻ വന്ന് എപ്പോൾ കല്യാണം നടക്കുന്നുള്ളത് ഞാൻ പറയാം, കൈ നോക്കി പറയാറുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഈ ഒരു കോട്ടയുടെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പോൾ ഇവരെ വിചാരം ഞങ്ങൾ തമ്മിൽ കമിതാക്കളാണെന്നാണ്. ഞങ്ങൾ തമ്മിലുള്ളൊരു വളരെ അത്ര ആത്മാർത്ഥമായിട്ടുള്ളൊരു പിന്നെ സ്നേഹബന്ധമാണ് ഇപ്പോഴും. അവളെ ഹസ്ബൻഡായിട്ടും ഒക്കെ എനിക്കകത്ത് ബന്ധമുള്ളതാണ്. അവളെ അനിയത്തിമാരെയൊക്കെ എനിക്കിഷ്ടമാണ്. അപ്പം ഇവർക്ക് തെറ്റിദ്ധാരണ തോന്നി. കാരണം എന്താ വെച്ചാൽ ബീച്ചിൽ പോയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഒരാണും പെണ്ണും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ഇവർ കമിതാക്കളാണെന്നുള്ള തെറ്റിദ്ധാരണയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ കയ്യൊന്നും നോക്കണ്ട, ഞങ്ങൾ ജീവിതം അല്ലെങ്കിൽ കോഞ്ഞാട്ടായിട്ട് എടുക്കാന്ന് പറഞ്ഞു അവള്. അത് കഴിഞ്ഞിട്ട് ഇവളെ കുറച്ച് നാട്ടുകാരുണ്ടായിരുന്നു അവിടെ. ഇവളെ കുറച്ച് നാട്ടുകാർ വന്നിട്ട്, അപ്പോൾ ഇവളെ ഞാനും കൂടി ഇരിക്കുന്ന കണ്ടപ്പോൾ ഇവളെ നാട്ടുകാർ പിന്നെ കരുതി ഇത് പ്രണയമാണ് എന്ന് കരുതി. ഞാനാണെങ്കിൽ മുണ്ടെടുത്തിട്ടാണ്. അപ്പം മുണ്ട് വലത്തോട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം മതം മാറിയിട്ടുള്ള പ്രണയം എന്നുള്ള തെറ്റിദ്ധാരണയിൽ ഇവരെന്നെ ചോദ്യം ചെയ്യാൻ വന്നു. അടി കിട്ടുന്ന ഞാൻ ഉറപ്പിച്ചതാണ്, കാരണം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. പക്ഷേ ഇവളങ്ങോട്ട് ചീറി. ഇവള് പറഞ്ഞ് പിന്നെ എന്താ നിങ്ങൾക്ക് വേണ്ടത്, പിന്നെ എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കൊന്നും പ്രശ്നമില്ല, രാജനെൻ്റെ പിന്നെ ഒരു സഹോദരനെ പോലെയാണ്, എൻ്റെ സ്വഭാവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അങ്ങോട്ട് ചൂടായി. കാരണം അടിച്ചാൽ ഞാൻ അടിക്കുന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞോളൂ. അത്രയും തീപ്പൊരിയായിരുന്നു അവള്.
അന്ന് നസീം അവിടുന്ന് അവളുടെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് പിന്നെ അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷം ഇവള് പറഞ്ഞു "ആ, നീ LLBക്ക് ചേരുന്നതാണ്." അപ്പോൾ ഞാൻ പറഞ്ഞു LLBക്ക് എനിക്ക് പഠിക്കാൻ പറ്റില്ല, കാര്യം 3 വർഷത്തെ കോഴ്സൊന്നും പഠിക്കാൻ പറ്റിയൊരു പിന്നെ സാഹചര്യത്തിലല്ല ഞാനുള്ളത്, എനിക്ക് എൻ്റെ ഏർപ്പാട് നടത്തണം. അന്ന് ഈ ജേർണലിസത്തിന് പോകാം എന്ന് പറഞ്ഞ് ഭാരതീയ വിദ്യാഭവനിൽ ഇവളാണ് എന്നെ കൊണ്ടുപോയിട്ട് 100 രൂപ കൊടുത്തിട്ട് പ്രോസ്പെക്ടസ് പിന്നെ ഇത് എന്താണ് പ്രോസ്പെക്ടസ് എന്താണ് പറയാ ആ സാധനത്തിന്, ഇതിൻ്റെ ഒരു ബൈലോ സാധനങ്ങളൊക്കെ തരുമല്ലോ. ഞാൻ പറഞ്ഞ ഇംഗ്ലീഷ് വാക്ക് തെറ്റിപ്പോൾ എനിക്ക് അറിയില്ല അതിനെന്താ പറയാന്നുള്ളത്, കിട്ടുന്നില്ല. ഓക്കെ, ഇവൾ ഈ സാധനം മേടിച്ച് പിന്നെ 100 രൂപയും കൊടുത്ത് അന്നത്തെ സമയത്ത് കേട്ടോ 2000-ൽ 100 രൂപ കൊടുത്തിട്ട് ഇവൾ ഈ സാധനം മേടിച്ചു. പിന്നെ ഞാൻ അടുത്ത ദിവസം പോയിട്ട് 10,000 രൂപ ആദ്യത്തെ ഫീസ് അത് കൊടുത്തിട്ട് ഞാൻ അവിടെ കോഴ്സിന് ചേർന്നു. അന്ന് ഇപ്പോൾ മലയാള മനോരമയിലുള്ള അയ്യപ്പദാസ് ഉണ്ട്, ഏഷ്യാനെറ്റിലുള്ള കമലേഷ് ഉണ്ട്, പിന്നെ റാസിക് ഉണ്ട്. റാസിക്കിനെയൊക്കെ ഞാൻ അവസാനം കാണുന്നത് 2001-ലാണ്. റാസിക്കിൻ്റെ ജ്യേഷ്ഠൻ്റെ കല്യാണത്തിന് കൊയിലാണ്ടി മൂടാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പിന്നെ മധു ഉണ്ട്, മധുസൂദനൻ. മധുവായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു. മധു രാമനാട്ടുകാരക്കാരനാണ്. മധുവിൻ്റെ വീട്ടിൽ നിന്നിട്ടാണ് എക്സാമിനൊക്കെ പോയിരുന്നത്. അതേപോലെ ഹാഫിസ്, അവൻ അന്ന് മാധ്യമത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. മാധ്യമത്തിൽ അവൻ്റെ ഹോസ്റ്റലിൽ റൂമുണ്ട്. അപ്പോൾ അവൻ എക്സാമിൻ്റെ ഇടയ്ക്ക് ഉള്ള ദിവസങ്ങളിൽ അവൻ്റെ അടുത്തും പോയിട്ട് നിൽക്കും. അങ്ങനെയൊക്കെ പോയിരുന്നത്. ഇങ്ങനെയാണ് ജേർണലിസം ചെയ്യണത്. ഈ ജേർണലിസം എന്ന് പറയുന്ന സാധനം ചെയ്തപ്പം സീരിയസ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഇവരെല്ലാവരും പിന്നെ ബാക്കിയുള്ള മുഴുവൻ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലക്കാരോ സമീപ ജില്ലക്കാരോ ആയിട്ടുള്ള ആൾക്കാർ വീട്ടിൽ നിന്ന് പോയി വരും. ബാക്കിയുള്ളവർ അവിടെ ഹോസ്റ്റലിൽ താമസിച്ചിട്ടാണ് പഠിക്കുന്നത്. എല്ലാ ദിവസവും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യും. ഞാൻ ആകെ എനിക്ക് പോകാൻ പറ്റുന്നത് ഈ വെള്ളിയാഴ്ച മാത്രമാണ് കോറിക്ക് ഒഴിവുള്ളത്, കരികൽ കോറിക്ക് പാറമണയ്ക്ക് ഒഴിവുള്ളത്. കാരണം മലപ്പുറം ജില്ലയിൽ വെള്ളിയാഴ്ചയാണ് ഒഴിവുള്ളത്. കാരണം ജുമായ്ക്ക് പോകേണ്ട ദിവസമാകുമ്പോൾ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം എന്നുള്ള രീതിയിൽ ഞാനപ്പോൾ എന്ന് വെച്ചാൽ ഈ വെള്ളിയാഴ്ച മാത്രം ക്ലാസ്സിന് പോകും. വെള്ളിയാഴ്ച ക്ലാസ്സിന് പോകും, വെള്ളിയാഴ്ച ഉച്ച വരെയുള്ളൂ ക്ലാസ്. ശനി ഞായർ ക്ലാസ് ഇല്ല. ഈ തിങ്കൾ തൊട്ട് വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ ഒരിക്കൽ പോലും ഞാൻ ക്ലാസ്സിന് പോയിട്ടില്ല. അങ്ങനെ പിന്നെ ഇതിൻ്റെ എക്സാമൊക്കെ വരുമ്പോൾ എന്നെ സഹായിച്ചത് അയ്യപ്പദാസ് സഹായിച്ചിട്ടുണ്ട്, പിന്നെ സിത്താര, പിന്നെ സിത്തുപ്പിള എൻ്റെ സുഹൃത്താണ്, ഫേസ്ബുക്കിലൊക്കെ ഉണ്ട് സിത്താര, പിന്നെ അങ്ങനെയുള്ള പിന്നെ ഈ മധു, ഇവരെല്ലാം സഹായിച്ചിട്ടാണ് ഞാൻ പരീക്ഷ പാസ്സായത്. അങ്ങനെ സഹായിച്ചതെന്നുള്ളപ്പം ഊഹിക്കാമല്ലോ, അല്ലാതെ ഞാനിപ്പോൾ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ. പിന്നെ ഈ വെള്ളിയാഴ്ച ചെല്ലുന്ന ദിവസമുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഡിബേറ്റിൻ്റെ ദിവസമാണ്. അപ്പം വെള്ളിയാഴ്ച ഡിബേറ്റ് ഉണ്ടാവും. ഡിബേറ്റിൽ എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അന്ന് ഒരു ടോപ്പായിട്ട് തന്നെ നിൽക്കുന്ന രീതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്റേണൽ മാർക്കൊക്കെ നന്നായിട്ട് ഇട്ട് തന്നിട്ടാണ്, എനിക്ക് അറ്റൻഡൻസ് ഒക്കെ ഇട്ട് തന്നിട്ടാണ് ഇവരെന്നെ പിന്നെ ഈ എക്സാം എഴുതാനുള്ള അവസരം ഉണ്ടാക്കി തന്നത്. അങ്ങനെ ജേർണലിസം കോഴ്സ് കഴിഞ്ഞു. ജേർണലിസത്തിൽ പഠിക്കുന്ന സമയത്ത് അവിടെ അധ്യാപകരായിട്ടുണ്ടായിരുന്നത് ഒന്ന് പിന്നെ അന്തരിച്ചുപോയി ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി, മലയാള മനോരമയിലൊക്കെ ഉണ്ടായിരുന്നതാണ്. പിന്നെ സഹദേവൻ സാറ്. അപ്പോൾ ചൊവ്വല്ലൂർ സാറും സഹദേവൻ സാറും ഒക്കെ പിന്നെ ഈ ഡിബേറ്റിനകത്ത് ഞാൻ പെർഫോം ചെയ്യുന്നതുകൊണ്ട് എന്നോട് നല്ല അടുപ്പുണ്ടായിരുന്നു. അങ്ങനെ ഈ സഹദേവൻ സാറും മുഖേനയാണ്. സഹദേവൻ സാറും പിന്നെ മരിച്ചുപോയി. പിന്നെ ഇന്ത്യ വിഷനകത്ത് 24th ഫ്രെയിം എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ അവതരിപ്പിച്ചിരുന്നു സിനിമയെക്കുറിച്ച്. വളരെ ഡെപ്തുള്ള ആൾക്കാരായിരുന്നു. ചൊവ്വല്ലൂർ സാറാണെങ്കിൽ ഭയങ്കര നർമ്മബോധമുള്ള ആളാണ്. അപ്പോൾ എനിക്ക് ഈ വെള്ളിയാഴ്ച മാത്രമേ ഇവരെ കിട്ടുള്ളൂ കുറച്ച് സമയം, അല്ലാതെ ഇവരെ ക്ലാസ്സിലൊന്നും അറ്റൻഡ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. വേറെ കുറേ ഫാക്കൽറ്റീസ് ഉണ്ട്, അവരെയൊന്നും ക്ലാസ്സിൽ ഞാൻ ഇതുവരെ കയറിയിട്ടുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവരെയൊക്കെ സഹായം കൊണ്ട് ഞാൻ എക്സാം പാസ്സായിരുന്നേ ഉള്ളൂ. ഇവരൊക്കെ ഈ പേപ്പർ മറിച്ചും തിരിച്ചൊക്കെ തരുമല്ലോ, അങ്ങനെ എഴുതിയ പേപ്പർ തരും, എന്നിട്ട് ഞാനത് നോക്കി എഴുതും. അങ്ങനെയൊക്കെ തന്നെ പാസ്സായത്. ജേർണലിസത്തിൻ്റെ സർട്ടിഫിക്കറ്റിനൊന്നും ഒരു പിന്നെ വാല്യൂ ഇല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അങ്ങനെ ഇത് കഴിയണു. അപ്പം ഈ സഹദേവൻ സാർ എനിക്ക് അന്ന് പിന്നെ പലരും പരിചയപ്പെടുത്തി തന്നിരുന്നു. UK കുമാരനെ, എഴുത്തുകാരൻ, കേരള കൗമുദിയിൽ വർക്ക് ചെയ്യുന്ന പഴയ നമ്മളെ സാഹിത്യ അക്കാദമിയുടെ വൈസ് ചെയർമാനായിരുന്നു. അതേപോലെ തന്നെ KP രാമനുണ്ണി, എഴുത്തുകാരൻ. ഇവരൊക്കെ എനിക്ക് പരിചയപ്പെടുത്തി തരികയും ഞാൻ മഞ്ചേരി NS കോളേജിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ പ്രോഗ്രാമിന് സ്വരാജ് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനാകുമ്പോൾ ഞാൻ ഇവരെ പങ്കെടുപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബന്ധങ്ങൾ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഗിരീഷ് പുത്തഞ്ചേരി, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരായിട്ടുള്ള കണക്ഷൻസ് എനിക്ക് അധ്യാപകർ മുഖേന കിട്ടിയിരുന്നു. അങ്ങനെ വന്ന് ഞാൻ പിന്നെ UK കുമാരേട്ടെന്നാണ് വിളിക്കുക. പിന്നെ KP രാമനുണ്ണി പിന്നെ ഉണ്ണിയേട്ടാന്നായിരുന്നു വിളിക്കാറുണ്ടായിരുന്നു. KP രാമനുണ്ണി പിന്നീട് ഗൾഫിൽ വന്നപ്പോൾ 2009 ഗൾഫിൽ വന്നപ്പം എൻ്റെ റൂമിൽ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ചിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം മറന്നു പോയിട്ടുണ്ടാവും, വർഷം കുറേ ആയില്ലേ, 10-15 വർഷമായില്ലേ പിന്നെ 2009 കഴിഞ്ഞിട്ട്. പക്ഷേ 2000-ലെ പരിചയം അദ്ദേഹം 2009 വരെ വെച്ച് വളർത്തിയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ കുമാരേട്ടനെ വിളിക്കുന്നു, എനിക്ക് പിന്നെ ഇന്റേൺഷിപ്പ് ചെയ്യണം. അതാണ് ഈ ജേർണലിസം കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇന്റേൺഷിപ്പ് ചെയ്യണമല്ലോ. ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ പുള്ളിക്കാണെങ്കിൽ അന്നത്തെ ഒരു യാത്രയുടെ നല്ല അനുഭവമുണ്ട്. ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചതാണ്. പുള്ളി പറഞ്ഞ രാജ്യം വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ ഇവിടെ കേരള കൗമുദിയിലെ പിന്നെ നമ്മളെ മെഡിക്കൽ കോളേജ് റോട്ടിൽ അവിടെ എന്താണ് ആ സ്ഥലത്തിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. 2001-ലല്ലേ, 23 വർഷമായി, എനിക്കിപ്പോൾ 46 വയസ്സായി. അപ്പോൾ ഞാൻ പിന്നെ അവിടെ ചെന്ന് ഇന്റേൺഷിപ്പ് ചെയ്ത് 1 മാസമാകുമ്പോൾ ഇവരെനിക്ക് ജോബ് ഓഫർ ഇട്ടതില്ല.
ഇവർ പിന്നെ ഞാൻ ഒന്നും എൻ്റെ ടൈറ്റിൽ ഭയങ്കര ഇതായിരുന്നു, എൻ്റെ സ്റ്റോറികൾ നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ തന്നെ അഭിപ്രായം പറയും. എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ള സ്റ്റോറി ഒരു കുട്ടി വണ്ടി ഇടിച്ച് മരിച്ചതാണ്. പുസ്തകം സ്കൂളിൽ വെച്ച് അങ്ങനെ എന്തോ ഞാൻ തലക്കെട്ട് കൊടുത്തിരുന്നത്, മെഡിക്കൽ കോളേജിലൊക്കെ പോയിട്ട്. പിന്നെ പത്രസമ്മേളനത്തിന് മുമ്പ് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നന്നായിട്ട് ഷാർപ്പായിട്ട് ചോദിക്കുകയായിരുന്നു. അങ്ങനെ ഇവരടുത്ത് പലരും റെഫർ ചെയ്തു, ഇങ്ങനെ അവൻ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ ഒരു രാജ്മോഹൻ ചേട്ടൻ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അങ്ങനെ UK കുമാരേട്ടൻ മുൻകൈ എടുത്തിട്ട് എനിക്കവിടെ ജോബ് ഓഫർ ചെയ്യുക. അപ്പോൾ എനിക്ക് അപ്പോൾ ഈ കോറിയുണ്ടെന്നേ, ഞാൻ ഈ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആഴ്ചയിൽ 1-2 ദിവസമേ പോകുന്നുള്ളൂ. ഞാൻ എൻ്റെ അവസ്ഥകൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞ ജോലിയല്ലേ, ജോലി ചെയ്യുമ്പോൾ ശമ്പളം കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ അന്ന് കിട്ടുന്ന ശമ്പളമൊക്കെ വളരെ ചെറിയ ശമ്പളമാണ്. ആ ശമ്പളത്തിനൊന്നും എനിക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല. എനിക്ക് അന്ന് നല്ല വരുമാനമുണ്ട്. അതായത് അന്ന് ഈ തമിഴ്നാട്ടുകാരായിട്ടുള്ള പണിക്കാർക്ക് ഇപ്പോൾ 700 രൂപ 800 രൂപയും കൊടുക്കണം. അന്ന് 120 രൂപ കൊടുക്കുന്ന കാലത്ത് എനിക്ക് ചിലപ്പോൾ ഒരു ദിവസം 1000-1500 രൂപ വരുമാനം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ എൻ്റെ വീട് ഓടിടുന്നത്, ഞാൻ ബൈക്ക് മേടിക്കുന്നത്, ഞാൻ വീട്ടിൽ TV മേടിക്കുന്നത്, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, കറണ്ട് എടുക്കുന്നതൊക്കെ. അങ്ങനെ കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ഡിഗ്രിയും എൻ്റെ അനിയത്തിൻ്റെ ഡിഗ്രിയൊക്കെ കഴിയുന്ന വരെ വീട്ടിൽ കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സ്ഥലത്ത് ഞങ്ങൾ താമസിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ വന്നു. ഞാൻ ഈ ജോലി ഓഫർ കിട്ടിയപ്പോൾ എനിക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ എന്നോട് ഇപ്പോഴും എൻ്റെ കഴിഞ്ഞ ദിവസം ഒരുപാട് നേരം എന്നോട് സംസാരിച്ച എൻ്റെ സുഹൃത്ത് മനോഹർ എപ്പോഴും പറയും, നീ ജേർണലിസം ഫീൽഡിൽ അന്നേ പോകേണ്ടതായിരുന്നു. അതേപോലെ സുഭാഷ്, ഇവരൊക്കെ പറയാറുണ്ട് ജേർണലിസം ഫീൽഡിലാണെന്ന് പോകേണ്ടിയിരുന്നത് എന്നുള്ളത് പറയാറുണ്ട്. അപ്പോൾ നിനക്ക് അതിനകത്താണ് ഒരു സാധനം ഉള്ളത്, സ്കില്ലുണ്ട്, അത് നീ നശിപ്പിച്ച് കളഞ്ഞു എന്നൊക്കെ പറയാറുണ്ടായിരുന്നു ആ സമയത്ത്. ഞാൻ പറഞ്ഞത് വഴിതെറ്റി വീണ്ടും അവിടെ എത്തിയ കാര്യമാണ്. അതിൽ ഞാൻ ജോലി വേണ്ട നോക്കണം. അപ്പോൾ അത് കഴിയുമ്പോൾ ഇവർ വിളിക്കുക കേരള കൗമുദിയിൽ നിന്ന്, എന്നാൽ മലപ്പുറം ബ്യൂറോയുടെ ജോലി തരാമെന്ന്. കോഴിക്കോട് വരണ്ട, മലപ്പുറം ബ്യൂറോയിൽ ജോലി ചെയ്യാമെന്ന്. അപ്പോഴും ഞാനത് വേണ്ട നോക്കുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ പോലെ ഒറ്റ രക്ഷയില്ല. എനിക്ക് ഈ വെള്ളിയാഴ്ച മാത്രമേ ഒഴിവുള്ളൂ. വെള്ളിയാഴ്ച ഒഴിവില്ല. വെള്ളിയാഴ്ച പൈസ പിരിക്കാനൊക്കെ പോകണം, കല്ലടിച്ചതിൻ്റെ പൈസ മേടിക്കണം, ഇവരെ കണക്ക് നോക്കണം, എല്ലാം നോക്കണം. അങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുക്കുക. എല്ലാ ദിവസവും ദേഹത്ത് കൈമിലും കാലുമിലൊക്കെ മുറിവുണ്ടാവും, ഈ കല്ല് ചീള് തെറിച്ചിട്ടും ഒക്കെ ഉണ്ടാവും. അങ്ങനെയാണ് എന്നെ ഗൾഫിൽ എൻ്റെ കസിൻ കൊണ്ടുപോകുന്നത്. കാരണം ഞാൻ ഇന്ന് ഈ ചോരയായിട്ട് വീട്ടിൽ വരുന്നത്, എൻ്റെ കസിൻ്റെ ഭാര്യ വീട്ടിൽ വന്നപ്പോൾ ചേച്ചി ഇത് കണ്ടപ്പോഴാണ് ചേച്ചി ചേട്ടൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, എൻ്റെ ബെൻസിയ എന്ന് പറയും, രാജു ഇങ്ങനെ പഠിച്ചിട്ടും രാജു ഇങ്ങനെ ഈ ചോരയെ കുളിച്ച് നടക്കുന്നത് കാണുമ്പോൾ വിഷമം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് പോകുന്നത്. പിന്നെ കോറി നഷ്ടത്തിലാവുകയും ചെയ്തു. കോറി നഷ്ടത്തിലാകുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പാരകളൊക്കെ വന്നു. അങ്ങനെ ആ സമയത്തൊക്കെ ഈ എക്സ്പ്ലോസീവ് ആക്ടിൻ്റെയൊക്കെ കുറേ പ്രശ്നങ്ങൾ വന്നു. എനിക്ക് എക്സ്പ്ലോസീവ് ലൈസൻസ് ഇല്ല. എനിക്ക് ജിയോളജി ലൈസൻസ് ഞാൻ ഒപ്പിച്ചെടുക്കുക, അത് തന്നെ പേപ്പർ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അവരൊക്കെ എന്നെ സഹായിച്ചുകൊണ്ട്. പിന്നെ പോലീസുകാർ നന്നായിട്ട് സഹായിച്ചിരുന്നു, നാട്ടുകാർ നല്ല സഹായം ഉണ്ടായിരുന്നു. ഒരു കല്ലിൻ്റെ ചികിള് തെറിച്ചപ്പോലും ആരും ഒരു പരാതിയും പറയില്ല, എല്ലാവരും നമുക്ക് സഹായം ചെയ്തു തരുന്നു. വഴി സൗകര്യങ്ങൾ എല്ലാം, ഈ കല്ല് കൊണ്ടുപോകാൻ ഈ കോറിയിലേക്ക് പോകുന്ന വഴിയൊക്കെ വേറെ പലരുടെയും, വേണേട്ടൻ്റെ പറമ്പ്, അതേമാതിരി ടോമിച്ചായൻ്റെ പറമ്പിലാണ് കോറി ഉണ്ടായിരുന്നത്. പിന്നെ ഒരു സിനുവിൻ്റെ സ്ഥലം. പിന്നെ ഇടക്കാലത്ത് ആ സ്ഥലം വേറൊരു ആൾക്കാരെടുത്ത് എനിക്ക് വഴി മുടക്കിയപ്പം അവർ മേൽമുറിയുള്ളവരാ മലപ്പുറത്ത്, അവർ എന്നെ ചതിച്ചതാണ് ഭയങ്കരമായിട്ട്. ഞാൻ അവരെ കൊണ്ടുവന്നിട്ട് അവർക്ക് അവിടെ ഓട്ടോ ഒക്കെ കൊടുത്ത് സെറ്റാക്കി വന്നപ്പോൾ ഇവരെന്ത് ചെയ്തു, ഈ സ്ഥലം കച്ചവടമാക്കിയിട്ട് കൂറ് തട്ടിയെടുക്കാൻ വേണ്ടി നോക്കി. അപ്പോൾ എൻ്റെ വഴി ബ്ലോക്കാക്കിയപ്പോൾ എനിക്ക് മദ്രസയുടെ സ്ഥലം തന്നു. മദ്രസ കമ്മിറ്റി തീരുമാനിച്ചു എനിക്ക് വഴി തരാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നല്ല ഓർമ്മകളുണ്ട്. അപ്പോൾ വീണ്ടും ജേർണലിസത്തിലേക്ക് തിരിച്ചു വരാം. ഇങ്ങനെ ഞാനതൊന്നും ചെയ്തില്ല. അത് കഴിയുമ്പം എന്നെ ഈ ദേശാഭിമാനിയുടെ മഞ്ചേരി ഏരിയ ലേഖകനാവണമെന്ന് പറഞ്ഞിട്ട് അന്നത്തെ മുനിസിപ്പൽ ചെയർമാൻ അസയാക്കപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് ഫേസ്ബുക്കിൽ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിരുന്നു. പഴയ SFIയുടെ DYFIയുടെ ജില്ലാ സെക്രട്ടറിയാണ്, മുനിസിപ്പാലിറ്റി ചെയർമാനായിരുന്നു, അതേപോലെ തന്നെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്നു, പാർട്ടിയുടെ DC മെമ്പറായിരുന്നു, ഒക്കെ ആയിരുന്നു. അസയാക്കപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ച് ഞാൻ അക്സെപ്റ്റ് ചെയ്ത്. അസയാക്കപ്പോൾ ഫേസ്ബുക്കിലൊക്കെ സജീവമായിട്ട് വരുന്നത് തോന്നുന്നു. അസൈൻ കാരാടും അതേപോലെ തന്നെ അന്നത്തെ CPMന്റെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ളതും പുള്ളി മുനിസിപ്പൽ ചെയർമാനാണ്. പ്രൊഫസർ ശിവരാമൻ നായരും, പുള്ളി മഞ്ചേരി സ്കൂളിലെ സുവോളജി ഡിപ്പാർട്ട്മെന്റ് ഹെഡായിരുന്നു. പ്രിൻസിപ്പളായിട്ട് പോസ്റ്റ് കിട്ടിയിട്ട് പാർട്ടിയുടെ ചുമതലകളുണ്ട്. വണ്ടൂർ ഏരിയ സെക്രട്ടറി ആയിരുന്നു, മഞ്ചേരി ഏരിയ സെക്രട്ടറി ആയിരുന്നു, പൂക്കാസര ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള മനുഷ്യനാണ്. അതിൽ ശിവരാമൻ മാഷും അസൈൻകാരാടും കൂടി എന്നെ വിളിച്ചു. അപ്പോൾ എൻ്റെ ഏരിയ അല്ല കേട്ടോ, ഞാൻ വണ്ടൂർ ഏരിയക്കാരനാണ്. ഞാൻ വണ്ടൂർ ഏരിയയിൽ അവിടുത്തെ തൃക്കലങ്കോട് ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്, DYFIയുടെ അവിടുത്തെ വണ്ടൂർ ഏരിയയുടെ ഭാരവാഹിയാണ്. പക്ഷേ ഇവർ മഞ്ചേരി ഏരിയക്കാരെന്നെ വിളിച്ചിട്ട് ദേശാഭിമാനിയുടെ ചുമതല ഏറ്റെടുക്കണം തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇവർ കത്തൊക്കെ തന്നു, പാർട്ടിയുടെ കത്തൊക്കെ തന്നു, ഏരിയ കമ്മിറ്റി തീരുമാനമാണ്, ഈ അനുസരിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അസയാക്ക എനിക്കിൻ്റെ ഏർപ്പാടുണ്ട്, എനിക്ക് നടക്കൂല. കാരണം എന്ന് വെച്ചാൽ അന്ന് ഈ ദേശാഭിമാനിയുടെ ഏരിയ ലേഖനൊക്കെ ഒരു 10-20,000 രൂപയെങ്കിലും കിട്ടും. അന്ന് ഈ ഒന്നൊന്നുമില്ല.
അത് 500 രൂപ 300 രൂപ എന്തോ കിട്ടുള്ളൂ. അപ്പം പിന്നെ ഇവർ ഇത് നമുക്ക് ഈ സാധനം എടുത്തിട്ട് അയച്ചു കൊടുക്കുന്നതിന് ചിലവ് പോലും കിട്ടില്ല. ഇതും കഴിഞ്ഞ് പിന്നെ ഒരു വർഷം കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ വണ്ടൂർ ഏരിയ കമ്മിറ്റി തീരുമാനം, പാർട്ടി വണ്ടൂർ ഏരിയ കമ്മിറ്റി തീരുമാനിച്ചു എന്നെ ദേശാഭിമാനിയുടെ വണ്ടൂർ ഏരിയയിലേക്കാനാക്കാൻ. അന്നും ഈ പൈസയൊന്നും കിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഈ 500 രൂപ 300 രൂപ കിട്ടും. പിന്നെ അതുകൊണ്ട് എന്തെങ്കിലും കാര്യം നടക്കുമോ? ഈ ഫാക്സ് അയക്കാൻ, അന്ന് ഫാക്സിലൊക്കെ വാർത്ത അയക്കുക, അതിനുള്ള പൈസ കൂടി കിട്ടില്ല. അതിൽ പിന്നെ ഞാൻ ഏരിയ സെക്രട്ടറി AP അബ്ദുറഹിമാനും അതേപോലെ തന്നെ അന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്ന K ബാബുവേട്ടനും കൂടി എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, P രാധാകൃഷ്ണനും ഇപ്പോൾ DC മെമ്പറാണ്, PR പിന്നീട് ഏരിയ സെക്രട്ടറി ആയിരുന്നു. അതുപോലെ എൻ്റെ ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള ഷൗക്കത്താക്ക ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. ഇവർ പറഞ്ഞു, പിന്നെ ഷൗക്കത്താക്കൊക്കെ പറയുന്നത് എന്തോ എനിക്ക് നല്ല ജോലി തന്നതാണ്. ഞാൻ പറഞ്ഞു, ഷൗക്കത്താക്കത്ത് ഇതുകൊണ്ടൊരു ഗുണമില്ല, ഒരു പൈസയും കിട്ടാനില്ല, എനിക്ക് ജീവിക്കാൻ പൈസയാണ് വേണ്ടേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ പത്രപ്രവർത്തനം 2 ദിവസമൊക്കെ ചെയ്തു. പാർട്ടി തീരുമാനിച്ചല്ലേ, എന്നിട്ട് പാർട്ടി ഏരിയ കമ്മിറ്റി പിന്നെ തീരുമാനമാണല്ലോ, പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പറും അല്ലേ, ഞാൻ ലോക്കൽ സെൻറ്റർ അങ്ങനെ ചെയ്തു. പിന്നെ വിട്ടു ഞാനത് തിരിഞ്ഞു നോക്കാതെ. പിന്നീട് അതാണ് PK മുഹമ്മദ് അലി, ഇപ്പം നമ്മൾ CPM സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള PK സൈനാഥൻ്റെ പിന്നെ അനിയൻ PK മുഹമ്മദ് അലി പിന്നെ ഏരിയ സെക്രട്ടറി ആയിട്ട് ഏറ്റെടുക്കുന്നത്, അല്ല ദേശാഭിമാനി ലേഖനായിട്ട് ചുമതല ഏറ്റെടുക്കുന്നത്. ഇത് കഴിഞ്ഞ് പിന്നീട് ഞാൻ ഗൾഫിൽ പോകണം. ഗൾഫിൽ പോയി കഴിഞ്ഞ് 2006 ഞാൻ ഗൾഫിലെത്തി. 2007 അവിടെ പരിപാടി ഉണ്ടായിരുന്നു, ഈ സംസ്കൃതി എന്ന് പറഞ്ഞ CPM സംഘടനയുടെ പരിപാടി ഉണ്ടായിരുന്നു. അതായത് ആധുനിക കാലത്തെ കോടതികൾ എന്നതായിരുന്നു. ഈ കോടതി വിധികൾക്കെതിരെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും കോടതിയുടെ ഈ പക്ഷത്തെക്കുറിച്ചിട്ടുള്ള ചർച്ചകൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് എൻ്റെ സുഹൃത്തും കൂടിയായിട്ടുള്ള സുധി നിറം, ഒഞ്ചിയത്തെ സഖാവാണ്, പിന്നെ ഇപ്പോൾ ആരംഭിക്കാരനാണ്. സുധിയുടെ അമ്മായിയച്ഛൻ ബാലേട്ടനാണെന്ന് വിഷയാവതാരകൻ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഈ പരിപാടിക്ക് വരാം. അവിടെ എത്തിയിട്ട് ഞാനൊരു പിന്നെ പ്രോഗ്രാമിന് ആദ്യമായിട്ട് പോവുക. അപ്പൻ്റെ മരണത്തിനൊക്കെ ശേഷമുള്ള മാനസിക സമ്മർദ്ദത്തിനൊക്കെ ശേഷം അങ്ങനെ പോവുകയാണ്. ഒരു ഹർഷേട്ടനാണ് എന്നെ കൊണ്ടുപോകുന്നത്. അങ്ങനെ പിന്നെ സഖാക്കളുടെ കൂടെ പോയി ഈ പരിപാടിക്കകത്ത് ചർച്ചയ്ക്കകത്ത് ഞാൻ കയറി. അപ്പോൾ ചർച്ചയ്ക്കകത്ത് ഞാൻ സംസാരിച്ച വാക്ക് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. ഈ ആത്മീയത പിന്നെ നഷ്ടപ്പെട്ട മതങ്ങളും പ്രത്യയശാസ്ത്രം വഴിയിൽ ഉപേക്ഷിച്ച രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നീതിബോധം നഷ്ടപ്പെട്ട കോടതികളുമാണ് ആധുനിക കാലത്ത് പിന്നെ സമകാലിക ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധികളിലൊന്നെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പോൾ ഈ ചർച്ച ശ്രദ്ധിക്കപ്പെട്ടു. വിഷയാവതാരകനേക്കാൾ കൂടുതൽ ചർച്ചയ്ക്ക് ശ്രദ്ധ കിട്ടി. അങ്ങനെ എനിക്ക് പിന്നെ ഒരുപാട് പ്രോഗ്രാമുകൾക്ക് വിളിക്കാൻ തുടങ്ങി, പല സംഘടനകളും വിളിക്കാൻ തുടങ്ങി. ഒരുപാട് സംഘടനകൾ, ഈ ഫ്രണ്ട്സ് ഓഫ് തൃശ്ശൂർ ജില്ലാ സൗഹൃദവേദി, പയ്യന്നൂർ സൗഹൃദവേദി, പിന്നെ KMCC മുസ്ലിം ലീഗിൻ്റെ, പിന്നെ കോൺഗ്രസിൻ്റെ ഇൻഗാസ്, പിന്നെ സംസ്കൃതി തന്നെ വേറെ വലിയൊരു ഇവൻറ്റ് വെച്ചു, ഇന്ത്യൻ കൾച്ചറൽ സെൻറ്ററിൽ വെച്ചിട്ട്, ഇന്ത്യൻ എംബസിയുടെ പിന്നെ അവിടെ വെച്ചിട്ട് പിന്നെ വലിയൊരു പരിപാടി വെച്ചു. അത് പിന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടികളിലൊന്നായിരുന്നു അത്. 1 മണിക്കൂർ എൻ്റെ പ്രസൻറ്റേഷൻ, അത് കഴിഞ്ഞിട്ട് പിന്നെ അരമണിക്കൂർ ചർച്ച, പിന്നീട് അരമണിക്കൂർ എൻ്റെ മറുപടി, 2 മണിക്കൂർ, പിന്നെ സ്വാഗതം നന്ദിയൊക്കെ കൂടിയിട്ട് 2.5 മണിക്കൂർ നേരത്തെ പരിപാടി. ഒരു വലിയ ഇവൻ്റായിട്ടാണ് വെച്ചിരുന്നത് അവർ. നാഷണൽ ഇൻ്റഗ്രേഷൻ ഡേയുടെ അന്നാണ് വെച്ചത്, 2007 ഒക്ടോബർ മാസത്തിൽ. പിന്നെ അങ്ങനെ പല സംഘടനകളുടെ പരിപാടികൾക്ക് നിരന്തരമായിട്ട് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ വന്ന സമയത്ത് മീഡിയ പ്രവർത്തകരുമായിട്ടെല്ലാം നല്ല ബന്ധമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജീവൻ TVയുടെ അവിടുത്തെ അന്ന് ചുമതലക്കാരനായിട്ടുള്ള നിഷാദ് പിന്നെ എൻ്റെ അനിയനെ പോലെ തന്നെയായിരുന്നു നിഷാദ് ഗുരുവായൂർ. നിഷാദ് പിന്നെ അതേപോലെ ഷാനിനെ പിന്നെയും ഞാൻ കണ്ടിട്ടുണ്ട്. നിഷാദിനെ ഞാൻ ഗൾഫിൽ നിന്ന് വിട്ടിട്ട് പിന്നെ നിഷാദിനെ കുറേ വർഷങ്ങളായിട്ട് കണ്ടിട്ടില്ല. ഷാൻ എൻ്റെ കല്യാണത്തിന് പങ്കെടുക്കാൻ വന്നിരുന്നു. അങ്ങനെ ഷാനും നിഷാദും കൂടി ഒരു ദിവസം എൻ്റെ അക്കോമഡേഷനൊക്കെ തിരഞ്ഞു പിടിച്ച് അവിടെ വന്ന് എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഇന്ത്യ വിഷൻ്റെ ഇവിടുത്തെ ഒരു സ്ലോട്ട് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു, ഞങ്ങൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ രാജേട്ടൻ വേണം പ്രസൻറ്ററായിട്ട്. ഞാൻ പറഞ്ഞു, ഞാൻ ഇതുവരെ ഒരു ക്യാമറയുടെ മുമ്പിൽ നിന്നിട്ട് സാധനം ചെയ്തിട്ടില്ല. ഈ വേദിയിൽ പ്രസംഗിക്കാനും കാര്യങ്ങളൊക്കെ എനിക്ക് പറ്റും, അല്ലാതെ ഞാൻ ഇതുവരെ ഒരു മീഡിയയിൽ പിന്നെ പത്രമാധ്യമങ്ങൾ ചെയ്തിട്ടില്ല, ബാക്കിയുള്ള ചെയ്തിട്ടില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് തന്നെ എനിക്ക് തേജസ് പത്രത്തിൽ കോളം ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ജിപ്പൂസ് എന്ന് പറയും, അനിയനെ പോലെ തന്നെയുള്ള പയ്യനാണ്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകനാണ്, അത്രമാത്രമേ എനിക്ക് അവനോടുള്ള എതിർപ്പുള്ളൂ. തേജസ് പത്രത്തിൽ ഞാൻ പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ആർട്ടിക്കിൾ ചെയ്ത് കൊടുക്കുക. എനിക്കിപ്പോൾ ഓർമ്മയുള്ളത് ആദ്യത്തെ ആർട്ടിക്കിൾ അവൻ നിർബന്ധിച്ചിട്ടാണ്, ഹാജിക്ക എന്ന് പറയും, മരിച്ചുപോയ ഒരാൾ പിന്നെ ഖത്തറിലുണ്ടായിരുന്ന, ഈ ഒരുപാട് ആയിരക്കണക്കിന് മൃതദേഹങ്ങൾ കുളിപ്പിച്ച് ആ മയ്യത്ത് റെഡിയാക്കിയിട്ട് നാട്ടിലേക്ക് അയക്കുന്നതിൽ ഉള്ള ജീവകാരുണ്യ പ്രവർത്തകനായിരുന്നു ഹാജിക്ക, ഒരു മഹാനായ മനുഷ്യൻ. അപ്പോൾ അങ്ങനെ ഞാൻ ആ ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പം എന്നോട് വിളിച്ചിട്ട്, അപ്പോൾ അത് മാത്രമല്ല, അതിൻ്റെ ഇടയ്ക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ജയ്ഹിന്ദ് ചാനലിൻ്റെ ചുമതലക്കാരനായിട്ട് PR പ്രവീൺ ഏഷ്യാനെറ്റിലുണ്ടായിരുന്നതാണ്, അമൃത TVയിൽ ഉണ്ടായിരുന്നതാണ്, ന്യൂസ് റീഡറായിരുന്നു. PR പ്രവീണിൻ്റെ അനിയത്തി PR പ്രവീണ നിങ്ങൾക്കറിയായിരിക്കും, ഏഷ്യാനെറ്റിലും മനോരമ ന്യൂസിലും ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. PR സ്വന്തമായിട്ട് പിന്നെ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, PR ദ ജേണോ എന്ന് പറഞ്ഞിട്ട്.
PR പിന്നെ ഇടയ്ക്ക് എൻ്റെ ബൈറ്റ് എടുക്കും. പിന്നെ അമൃത TVയുടെ പ്രതിഭട്ടൻ ഇടയ്ക്ക് എൻ്റെ ബൈറ്റ് എടുക്കും. പിന്നെ ഈ വർത്തമാനം പത്രത്തിൽ എന്നെക്കുറിച്ച് എന്തെങ്കിലും ആർട്ടിക്കിൾ ഇവർ കൊടുക്കും. പിന്നെ ഇംഗ്ലീഷ് പത്രമായിട്ടുള്ള കത്തട്ടിപ്പുകളിൽ സന്തോഷ് ചന്ദ്രൻ എൻ്റെ പിന്നെ സബ് എഡിറ്റർ ആയിരുന്നു. സന്തോഷ് എന്തെങ്കിലും ഇവൻ്റ് ഉണ്ടാകുമ്പോൾ ഇപ്പോൾ എനിക്ക് ഓർമ്മയുള്ള മൻമോഹൻ സിംഗ് ഖത്തർ സന്ദർശിച്ചപ്പോൾ പോലും ഇവരെന്ത് ചെയ്യും, എന്ത് വന്നാലും സാമൂഹ്യ പ്രവർത്തകൻ, രാഷ്ട്രീയ നിരീക്ഷകൻ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഒരു അഭിപ്രായം എല്ലാത്തിനകത്തും കൊടുക്കും. ഈ പബ്ലിക് ഒപ്പീനിയൻ എടുക്കുന്ന പോലെ തന്നെ അങ്ങനെ കൊടുക്കും. ഇവരൊക്കെ പോസ്റ്റ് ചെയ്തിട്ടാട്ടോ, ഞാനൊന്നുമല്ല, ഞാനന്ന് ഓരോ സ്ഥലത്ത് ജോലി ചെയ്യുകയാണ്, ഒരു ഇംഗ്ലീഷ് കമ്പനിയിൽ ജോലി ചെയ്യുക. അങ്ങനെ ഈ നിഷാദ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ ഇന്ത്യ വിഷൻ്റെ സ്ലോട്ട് എടുത്തത് ഈ പ്രതിഭട്ടനാണ്, അമൃത TVയുടെ പ്രതിഭട്ടൻ ഇന്ത്യ വിഷൻ്റെ സ്ലോട്ട് എടുത്തു. അതിൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞൊരു പരിപാടി, 2 പേരെ എടുത്തിക്കൊണ്ടുള്ള ചർച്ച, ഞാൻ മോഡറേറ്ററായിട്ട്. ആദ്യത്തേക്ക് ഇൻട്രോവർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴത്തെ മാതിരി വർത്തമാനം പറയാനൊന്നും അറിയില്ല. ഇപ്പോൾ പിന്നെ ഇതിങ്ങനെ ഇരുന്നിട്ട് ശീലമായി. അന്ന് ഈ അച്ചടി ഭാഷയിലുള്ള ഇൻട്രോ പുള്ളി എഴുതി തരും. എന്നിട്ട് ഞാൻ ഇങ്ങനെ പറയും, ഇന്ന് നാം സംസാരിക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ചാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, നമ്മോടൊപ്പമുള്ളത് ഇവരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയണം. ഇതെനിക്ക് തെറ്റിപ്പോവും. 3-4 ടേക്ക് എടുക്കണം. ഈ പിന്നെ നമ്മളെ മറ്റേ ലാൽ ജോസ് ഒരു സിനിമയ്ക്കകത്ത് അഭിനയിച്ചിട്ടുണ്ടല്ലോ, ഈ തോന്നക്കൽ പഞ്ചായത്തിലെ അരിയെല്ലാം പെറുക്കിയെടുത്ത് ഞാനിതിങ്ങനെ അരി പെറുക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പിന്നെ ഈ പരിപാടി ചെയ്തു. ആ പരിപാടി കുറച്ച് മാസങ്ങൾ പോയി. ആ സമയത്ത് തന്നെ എൻ്റെ കല്യാണമൊക്കെ നടക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുത്തെ പരിപാടി കഴിഞ്ഞ് പിന്നീട് ഞാൻ അവിടെ ഈ പത്രത്തിലൊക്കെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ എഴുതുന്നല്ലാതെ ഞാൻ വേറെ ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. തേജസ്സിന് അതിന് ശേഷം കേട്ടോ എഴുതാൻ തുടങ്ങിയതൊക്കെ. പിന്നെ ഇവരിങ്ങനെ ഇടയ്ക്ക് പിന്നെ എന്നെക്കുറിച്ച് എൻ്റെ അടുത്ത് എന്തെങ്കിലും ബൈറ്റ് എടുക്കും, എൻ്റെ അടുത്ത് എന്തെങ്കിലും സാധനങ്ങൾ എടുക്കും. പിന്നെ ഈ മീഡിയ ചർച്ചകളൊക്കെ നടത്തുമ്പോൾ എന്നെ വിളിക്കും. പിന്നെ മീഡിയ വൺ ഉൾപ്പെടെയുള്ള ചാനലുകൾ പിന്നെ എന്നെ പിന്നെ പങ്കെടുപ്പിക്കാറുണ്ടായിരുന്നു. അന്നൊന്നും ഞാൻ ക്യാമറയുടെ മുമ്പിൽ പോയിരിക്കില്ല. ഞാൻ പറയാം ഞാൻ ഫോണിൽ വരാം, എനിക്ക് പിന്നെ അതിനെ പറ്റി മാനസികാവസ്ഥയില്ല, എനിക്ക് പിന്നെ സ്റ്റുഡിയോയിലൊന്നും വരാൻ പറ്റില്ല എന്ന് പറയുന്നത്. മീഡിയ വണ്ണിലൊക്കെ ഞാൻ ചർച്ചയിൽ പങ്കെടുത്തത് അവരെൻ്റെ ഫോട്ടോ മാത്രം വെച്ചിട്ട് എൻ്റെ വോയിസ് മാത്രം കേൾപ്പിക്കുക ചെയ്തിട്ടില്ല മീഡിയ വണ്ണിലെ. എനിക്ക് തോന്നുന്നു 2014 നരേന്ദ്രമോദിയുടെ പിന്നെ ആദ്യം പ്രധാനമന്ത്രിയാവുന്ന തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ്. അങ്ങനെ വന്ന് ഇത് വിട്ടു. പിന്നെ ഞാൻ നാട്ടിൽ വരുന്നു. നാട്ടിൽ വന്നപ്പോൾ എനിക്ക് കൃഷി തുടങ്ങണം. അപ്പോൾ ഞാനൊരു പിന്നെ 2 ഏക്കർ സ്ഥലമൊക്കെ മേടിച്ചിരുന്നു. ഈ പിന്നെ തെങ്ങും കവുങ്ങും കൂടിയായിട്ടില്ലേ. ഞാൻ പശു, ആട്, പിന്നെ താറാവ്, പിന്നെ കുളം കുത്തുന്നു, മീൻ വളർത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ കെട്ടിമറിഞ്ഞ അവിടെ പരിപാടി. പിന്നെ അതുകൊണ്ടാണ് പിന്നെ ഞാനും എൻ്റെ ഭാര്യ തമ്മിൽ ഈ ഡിവേഴ്സിലേക്ക് പോയത് പോലും അവൾക്ക് അതിനോട് യോജിപ്പുണ്ടായിരുന്നില്ല. അവൾക്ക് പിന്നെ ഞാൻ രാവിലെ ഒരു ജോലിക്ക് പോവുക വരിക അങ്ങനെയുള്ള ലൈഫാണല്ലോ അവൾ കണ്ടത്. കാരണം ഏറ്റവും നല്ല കമ്പനികളിൽ ജോലി ചെയ്യുന്നു, ഏറ്റവും നല്ല വരുമാനം ഉണ്ടായിരുന്നു. അവിടുന്ന് രാവിലെ കള്ളി കൊണ്ട് കൊടുത്തിട്ട് പോകും. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ ദേഹത്ത് ചാണകം ഉണ്ടാവും, പിന്നെ ചെളി ഉണ്ടാവും, ഒക്കെ കൂടി ആയിട്ട് ഇങ്ങനെ വരും. എന്നിട്ട് പിന്നെ പട്ടി പണിയെടുക്കുന്ന പോലെ കിടന്ന് പണിയെടുക്കും. കഷ്ടപ്പാട് മാത്രം ബാക്കി. രാത്രിയാകുമ്പോൾ ചിലപ്പം ഞാൻ നെല്ലൊക്കെ പിന്നെ പാട്ടത്തിനെടുത്ത് ചെയ്തിരുന്നു. പിന്നെ ഒരു പാടം പാട്ടത്തിനെടുത്തിട്ട് ഒരു ഷർഷാദ് എന്ന് പറയും, ഷർഷാദിൻ്റെ ഉമ്മാനായിട്ടുണ്ടാവും, ഉമ്മാൻ്റെ പേരിലുള്ള സ്ഥലം. അവിടെ പാട്ടത്തിനെടുത്ത് ഞാനൊരു ദിവാരേട്ടനും കൂടിയിട്ടാണ് ചെയ്തത്. പിന്നെ കരിമാക്കാന്ന് പറയും, പുള്ളിയാണ് എല്ലാം സഹായം ചെയ്തു തന്നിരുന്നത്. എനിക്ക് നെല്ല് വിതയ്ക്കാൻ അറിയില്ല, ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, ഞാൻ ഒരു പരിപാടി അറിയില്ല. പക്ഷെ ഇതെല്ലാം ഞാൻ പഠിച്ചു. പക്ഷെ രാത്രി മഴ പെയ്യുന്ന സമയത്ത് 13 കിലോമീറ്റർ ദൂരത്താണ്. ഞാൻ അപ്പോൾ ബൈക്ക് എടുത്ത് ഓടണം. കാരണം ഞാൻ ഏൽപ്പിച്ച ആൾക്കാരെ വിളിക്കുമ്പോൾ അവന്മാർ വെള്ളമടിച്ച് കിടന്നിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ഒന്നിൽ വെള്ളം തുറന്ന് ഓടണം, വെള്ളം കെട്ടി നിർത്തണം, ഈ പരിപാടികൾ മുഴുവനായിട്ട് ലൈഫ് കോഞ്ഞാട്ടേ പോയി എന്ന് പറയാം. കുറേ പൈസയും പോയി എൻ്റെ. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് പശു ചാവുന്നു, പശുവിനെ നോക്കേണ്ട പണിക്കാർ ചിലപ്പം എങ്ങോട്ടെങ്കിലും പിന്നെ അവന്മാർക്ക് തോന്നൽ തോന്നി കഴിഞ്ഞാൽ അവരെങ്ങോട്ടെങ്കിലും പോകും, വല്ല അവിടുന്ന് സാധനങ്ങൾ അടിച്ചെടുത്തോണ്ട് ഈ ബീഹാറികളെയും ബംഗാളികളെയും കൊണ്ടുവന്ന് നല്ലവരും ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും പിന്നെ അങ്ങനെ പെട്ടുപോയി. അങ്ങനെ ജേർണലിസം ജീവിതം പിന്നെ ഇല്ല. അതിനിടയിൽ കൂടി 2019 ഞാനിതിങ്ങനെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുക ഈ ഫാം. ആ സമയത്ത് തന്നെ PR പ്രവീൺ വിളിക്കാൻ കാരണം റഫീഖ് വടക്കേക്കാട് എന്ന് പറയും, ഖത്തറിലുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകനാണ്. റഫീഖിൻ്റെ മോൻ്റെ കല്യാണം എന്നെ വിളിച്ചു. PR-ഉം ഞാനുമാണ്, പിന്നെ പ്രവീണും ഞാനുമാണ് ഏറ്റവും കൂടുതൽ റഫീഖായിട്ട് ബന്ധമുണ്ടായിരുന്നത്. കാരണം എല്ലാ ആഴ്ചയും റഫീഖ് ഞങ്ങളെ എനിക്കൊന്നും കാറില്ല, പുള്ളി വണ്ടി കൊണ്ടുവരും, പുള്ളി കൊണ്ടുപോകും, പുള്ളി ട്രീറ്റ് ചെയ്യും, പുള്ളി പിന്നെ ഫുഡ് ഉണ്ടാക്കി തരും. പിന്നെ പുള്ളിയുടെ പിന്നെ ഭാര്യ അവിടെ ഉണ്ടാകുമ്പോൾ ഇത്തുണ്ടാകുമ്പോഴാണെങ്കിലും പിന്നെ അത്രയും ട്രീറ്റ് ചെയ്തിരുന്നു റഫീഖ. അങ്ങനെ റഫീഖയുടെ മോൻ്റെ കല്യാണത്തിന് വിളിക്കണം. അപ്പം PR-നെ വിളിച്ച് പിന്നെ റഫീഖ വിളിച്ചോ, ഞാൻ വിളിച്ചു, നമുക്ക് ഒരുമിച്ച് പോകാമെന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ സംസാരിച്ച് ഞാൻ ഈ കൃഷിയെക്കുറിച്ചും പിന്നെ ജീവിതത്തിൽ വന്നിട്ടുള്ള തിരിച്ചടികളെക്കുറിച്ചും, ഞാനപ്പോൾ വൈഫുമായിട്ട് പിന്നെ ഞങ്ങൾ സെപ്പറേറ്റഡായി. അപ്പം ഞാൻ ഇങ്ങനെയുള്ള പിന്നെ മാനസികമായിട്ടുള്ള സംഘർഷങ്ങളെക്കുറിച്ചും സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയെക്കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പം നീ ഇങ്ങോട്ട് വാടാ, നീ തിരുവനന്തപുരത്ത് വാ, ഓൺലൈൻ മീഡിയകളിൽ ഇഷ്ടം. അന്ന് ഞാൻ ഓൺലൈൻ മീഡിയാണെന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കില്ല, ആകെ ഫേസ്ബുക്ക് നോക്കുന്നില്ല, അത് യൂട്യൂബും ഫേസ്ബുക്കും നോക്കും, അല്ലാതെ വേറെ നോക്കില്ല.
അപ്പോൾ അന്നൊന്നും ഓൺലൈൻ മീഡിയ ഒന്നും അത്ര ആയിട്ടുമില്ല കേട്ടോ. 2009 5 വർഷമായില്ലേ, അല്ല 2019 അതിൽ പിന്നെ ഇപ്പം എന്നോട് പറഞ്ഞു നീ വാ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വന്നിട്ട് എന്ത് ചെയ്യാനാ, എനിക്ക് ജേർണലിസം ഒന്നും അറിയില്ലല്ലോ. ഞാനൊരു സർട്ടിഫിക്കറ്റ് കൂടെ എനിക്ക് പഠിച്ചവരുടെ സഹായം കൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയെന്നല്ലാതെ പരീക്ഷ പാസ്സായി എന്നല്ലാതെ എനിക്കിതിൻ്റെ ഒരു കുന്തും അറിയില്ല. എനിക്കിത് ഇപ്പോഴും ഇതിൻ്റെ കരളും ഇതിൻ്റെ ഹൃദയവും പിന്നെ ഇതിൻ്റെ കിഡ്നിയും ഒന്നും എനിക്കറിയില്ല. ജേർണലിസത്തിൻ്റെ ഒരു സാധനം എനിക്കറിയില്ല, ഇപ്പോഴും അറിയില്ല കേട്ടോ. അതിലങ്ങനെ വന്ന് 2019 അവൻ പറഞ്ഞു. ഞാൻ പക്ഷേ പോയില്ല. അത് കഴിഞ്ഞിട്ട് ഞാനപ്പോൾ LLBക്ക് ആയിരുന്നു 2015. അപ്പോൾ അതെനിക്ക് ഞാൻ ഈ കൃഷി തുടങ്ങിയപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ 2020 ഞാൻ പട്ടാമ്പിയിൽ ഒരു സ്ഥാപനത്തിൽ, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ, ഞാൻ മുമ്പൊരിക്കൽ സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്. ഒരു എയ്ഡഡ് സ്കൂള്, ഒരു CBSE സ്കൂള്, ഒരു അൺഎയ്ഡഡ് സ്കൂളോ, പിന്നെ ഒരു TTC പിന്നെ കോഴ്സും ഒക്കെയുള്ള സ്ഥലത്ത് പിന്നെ എന്നെ ഈ മനോഹർ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത് തന്നെ, പഴയ ചുങ്കത്തറ കോളേജിലെ പഴയ എഡിറ്ററൊക്കെയാണ്. അവൻ്റെ ഭാര്യയും SFI ഉണ്ടായിരുന്നതാണ്. അവളിപ്പം KSTയിലുണ്ട്, അവൾ അധ്യാപികയാണ്. ഇവൻ പിന്നെ അധ്യാപക ജോലി രാജിവെച്ചിട്ട് പ്രൈവറ്റ് മേഖലയിലായിരുന്നു. അപ്പം ഇവൻ CEO ആയിട്ട് വർക്ക് ചെയ്യുന്ന സ്ഥാപനം. അപ്പോൾ ഇവൻ എന്നെ അവിടെ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് കൊണ്ടുപോയി. നല്ല രസമുള്ള ക്യാമ്പസ് ആയിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു, ഒരുപാട് ബന്ധങ്ങളുണ്ടായിരുന്നു. അപ്പം ഇപ്പോഴും ആ ബന്ധങ്ങളൊക്കെ ഇഷ്ടമാണ്. 6 മാസം ഞാൻ ജോലി ചെയ്തിട്ടുള്ളൂ അവിടെ. എവിടെ ഞാൻ സ്ഥിരമായിട്ട് നിൽക്കണ പരിപാടി ഇല്ലല്ലോ. അപ്പം പിന്നെ ഞാൻ അവിടുത്തെ ജോലി ഇങ്ങനെ പിടുത്തം വിട്ട് നിൽക്കുമ്പോൾ ഞാനെന്നാ കരുതി LLB കണ്ടിന്യൂ ചെയ്യാം. അപ്പം പിന്നെ സാമ്പത്തികമായിട്ട് എന്നെ സഹായിക്കാൻ ചിലരൊക്കെ ബന്ധുക്കൾ തന്നെ തയ്യാറായി. അളിയൻ തന്നെ ആ സമയത്തേക്ക് 2-3 ലക്ഷം രൂപ അയച്ചു തന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എന്നാൽ LLB കണ്ടിന്യൂ ചെയ്യാം, ഞാൻ എന്തായാലും ചെയ്തതാണല്ലോ എന്ന് കരുതി. അങ്ങനെ ഞാനും പിന്നെ അന്ന് ഞങ്ങളെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു ഓമന ടീച്ചർ എന്ന് പറയും, ചുങ്കത്തറ പിന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരുന്നു. ഓമന ടീച്ചറെ കാര്യം ഭയങ്കര രസമാണ്. ഓമന ടീച്ചർ ഇവിടെ പ്രസിഡന്റ് ആകുമ്പോൾ, CPMന്റെ പ്രസിഡന്റ് ആകുമ്പോൾ, തൊട്ടപ്പുറത്തെ പഞ്ചായത്ത് പോത്തുകല്ല് പഞ്ചായത്തിൽ ഓമന ടീച്ചറെ മരുമകൻ കോൺഗ്രസിന്റെ പ്രസിഡന്റാണ്, സുഗതം മാസ്റ്റർ. പിന്നെ പുള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയിരുന്നു. ഈ ഓമന ടീച്ചർ അനിയൻ പ്രതിവേട്ടൻ എൻ്റെ പിന്നെ ഫാം പാട്ടത്തിനെടുത്തു, പുള്ളി നടത്താൻ തുടങ്ങി. അങ്ങനെ പ്രതിവേട്ടനും ഞാനും കൂടി തിരുവനന്തപുരത്ത് പോയി. അപ്പോൾ ചെന്നപ്പോൾ എന്താ വെച്ചാൽ എൻ്റെ LLB പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഈ 5 വർഷത്തിനുള്ളിൽ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് അത് വീണ്ടും റീകണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ആദ്യം തൊട്ട് പിന്നെയും കോഴ്സിന് ചേരണം. അപ്പോൾ ആ സമയത്ത് തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ അവിടെ നല്ല രസമുള്ള ഈ കള്ള് ഷാപ്പിലെ ഭക്ഷണം ഇഷ്ടമാണല്ലോ എനിക്ക്. അപ്പോൾ നല്ല രസമുള്ള കള്ള് ഷാപ്പിൽ നല്ല ഫുഡൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ചെന്നിരിക്കുമ്പോൾ ഈ പ്രവീണിനെ വിളിച്ചു. അപ്പോൾ പ്രവീൺ ഉടനെ വന്നു. പ്രവീണും കള്ളുടിച്ചില്ല, പ്രതിവേട്ടനും കള്ളുടിച്ചില്ല. ഞാൻ പിന്നെ 2-3 ഗ്ലാസ് കള്ളൊക്കെ കുടിച്ച് നല്ല രസമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച്. അപ്പം പ്രതിവേട്ടൻ എന്ത് ചെയ്തു, പ്രവീണിനോട് പറഞ്ഞു അവൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്, അവനിപ്പോൾ വല്ലാത്തൊരു പിന്നെ സാഹചര്യത്തിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്, ഈ എന്തെങ്കിലും പിന്നെ അവനെ മീഡിയ ഫീൽഡിൽ എന്തെങ്കിലും കയറാൻ പറ്റുമെന്ന് വെച്ചു. പ്രവീൺ അന്ന് തന്നെ അപ്പോൾ ഓക്കെ പറഞ്ഞു. അടുത്ത ദിവസം പ്രവീൺ എന്നെ വിളിക്കുന്നു, ബയോഡാറ്റയ്ക്ക് ചോദിച്ചപ്പോൾ ഞാൻ ബയോഡാറ്റ എന്താണ് കൊണ്ടുള്ളേ, ഒരു കൊണ്ടും ഇല്ല എൻ്റെ അടുത്ത് ബയോഡാറ്റ, ഞാനിപ്പോൾ ടൈപ്പ് ചെയ്ത് അയക്കാനൊക്കെ നിൽക്കണ്ടേ. പിന്നെ അവൻ പറഞ്ഞു നീ ഒരു പേടി മേടിക്കണ്ട, നീ ഞങ്ങളടുത്ത് സംസാരിക്കുന്ന പോലെ സംസാരിച്ചാൽ മതി. കാരണം നിന്നെ എനിക്ക്, കാരണം ഞാനിവന് തമ്മിൽ ഒരുപാട് വർഷത്തെ ബന്ധമുണ്ട്. ഖത്തറിൽ ഞങ്ങൾ 2 റൂമിൽ ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ അപ്പം നീ പറഞ്ഞു ഞങ്ങളോട് മീഡിയക്കാരോടൊക്കെ അന്ന് സംസാരിച്ച പോലെ നീ സംസാരിച്ചാൽ മതി, അങ്ങനെ പിന്നെ ചെയ്താൽ മതി, അത് മതി, നാച്ചുറലായിട്ടുള്ള സാധനം മതി എന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ നാച്ചുറലായിട്ടോ നിങ്ങളോട് സംസാരിക്കുന്നത്, ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഭാഷയൊന്നും ഉപയോഗിക്കുന്നില്ല. എനിക്ക് ഇഷ്ടമില്ല അത് കാര്യമാണ്, ഈ ക്ലീഷേ പ്രയോഗങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിനകത്ത് എനിക്ക് താല്പര്യമില്ല. ഇന്ന് തന്നെ ഒരാൾ ഫോൺ ചെയ്തപ്പോൾ ഞാൻ പിന്നെ നിങ്ങൾ മാനവികതയെക്കുറിച്ച് സംസാരിക്കുന്നില്ലോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തൊരു തേങ്ങ പറയണേ ചേട്ടാ, ഫോൺ വെച്ചിട്ട് പോകുന്നു പറഞ്ഞു. കാരണം എനിക്കിങ്ങനെ ഈ വലിയ പിന്നെ ആഗോളവൽക്കരണം, സാമ്രാജ്യത്വം, പിന്നെ സാമ്രാജ്യത്വ ഭീകരത എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കുമ്പോൾ എനിക്ക് ചൊറിച്ചിൽ വരും. എനിക്കിഷ്ടമല്ല, അങ്ങനെ പറയുന്ന ആൾക്കാരെ ഇഷ്ടമല്ല. അങ്ങനെ ഏത് രാഷ്ട്രീയക്കാരും പറഞ്ഞാലും എനിക്ക് താല്പര്യമില്ല. യുവമാർക്ക് മലയാളത്തിൽ സംസാരിക്കാൻ പറഞ്ഞാൽ പോരെ, നമ്മൾ നാട്ടിൽ വീട്ടിൽ സംസാരിക്കുന്നത് എങ്ങനെയാണ്. അതിൽ പിന്നെ എന്നെ ഒരു സ്ഥാപനത്തിൽ നിന്ന് പിന്നെ വിളിക്കുന്നു അതിൻ്റെ MD. അയാളൊരു നക്കിയായിരുന്നു, വേറെ കാര്യം, ഒരു അച്ചായനാണ്, പിന്നെ ഒരു കൊട്ടാരക്കാരക്കാരൻ അച്ചായനാണ്, തനിന്ന് അറിയാം. അപ്പം വളരെ ചെറിയ ശമ്പളത്തിനാണ് പോണേ, 15,000 രൂപയ്ക്കാണ് പോണേ. അപ്പോൾ ഇയാൾ പറഞ്ഞു പിന്നെ നിങ്ങളൊരു വീഡിയോ ചെയ്തിട്ട് അയക്കണം. ഞാൻ വെറുതെ ഇരുന്നിട്ട് വീഡിയോ ഫോണിലെടുത്തിട്ട് അയച്ചു. ഇയാൾ പറഞ്ഞു നിങ്ങളെ ബ്യൂറോ ചീഫ് ആക്കിയിരിക്കുന്നു. ഇങ്ങേരെന്ന് വെച്ചാൽ ലോക പൊളിച്ചിയാണ്. ഈ പിന്നെ ഈ പൊങ്ങന്മാരച്ചായന്മാരെ സ്വഭാവം അറിയാലോ നമുക്ക്, കുറേ പൈസ കയ്യിലുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ തനി നക്കിത്തരം പരിപാടിയാണ്. ഈ പിള്ളേരെ ഇട്ടിട്ട് ഇയാൾ ചാടിക്കുക. എൻ്റെ അടുത്ത് മാത്രം ഒന്നും നടന്നിട്ടില്ല, എൻ്റെ അടുത്ത് ഒന്നും നടന്നില്ല. അപ്പോൾ ആദ്യത്തെ ദിവസം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് വീഡിയോ സ്റ്റോറി ചെയ്യാൻ പറയുന്നു. എനിക്ക് എന്ത് ചെയ്യാനാ, ക്യാമറാമാനുണ്ട്, എഡിറ്ററുണ്ട്, എല്ലാം ഉണ്ട്. ഞാനിരുന്ന് കിടക്കുക, പിന്നെ പോയിട്ട് കിടക്കുക.
അത് കഴിയുമ്പോൾ പിന്നെ അന്നൊന്നും ചെയ്തില്ല. പിറ്റേന്ന് പ്രവീൺ രാവിലെ എന്നെ ഒരു 10-11 മണി ഞാൻ വിളിക്കുന്നു, രാജാ പിന്നെ നീ എന്താ ഇന്നലെ ഒന്നും ചെയ്തില്ല, നീ വന്നിട്ട് എന്താ അവിടെ ടൂർ വന്നാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ ഞാൻ തിരിച്ചു പോവുക, എനിക്ക് ഈ പണി പറ്റത്തില്ല, എന്നെക്കൊണ്ട് ഈ വീഡിയോ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇപ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ കോൺഫിഡൻ്റ് ആട്ടോ, ഇപ്പോൾ ഇരുന്നിങ്ങനെ ചുമ്മാ ഇരുന്ന് വർത്തമാനം പറഞ്ഞാൽ മതി, എനിക്ക് പറ്റുന്നില്ല എന്നാണ്. അതിൽ പ്രവീൺ പറഞ്ഞ, എടാ നീ ഞങ്ങളോട് പറയുന്ന പോലെ പറ. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് പറയാനാ, എനിക്കറിയില്ല, എനിക്ക് പ്രവീണെ ഞാൻ തിരിച്ചു പോവുകയാണ്, നീ എന്നോട് ക്ഷമിക്കുന്നു പറഞ്ഞു. എടാ പിന്നെ വാളയാർ കേസിലെ വിധി വന്നിട്ടുണ്ട് എന്ന്, അത് കേസ് പുനരന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള വിധി വന്നിട്ടുണ്ട്, നീ ആതെങ്കിലും ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ വാളയാർ കേസ് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടല്ലോ, രണ്ട് കുഞ്ഞുങ്ങളുടെ ഈ പിന്നെ ഊഞ്ഞാലിലിങ്ങനെ പെറ്റിക്കൂട്ടിട്ടിരിക്കുന്നൊരു പിന്നെ ഫോട്ടോ ഒക്കെ കാർട്ടൂണൊക്കെ ഉണ്ടായിരുന്ന സമയമാണ്, കാർട്ടൂണല്ല ഫോട്ടോ, പിന്നെ ആ രീതിയിലുള്ള കാരിക്കേച്ചറുകളൊക്കെ ഉണ്ടായിരുന്ന സമയമാണ്. എനിക്കത് ഭയങ്കരമായിട്ട്, കാരണം ചെറിയ കുഞ്ഞുങ്ങളാണല്ലോ, അവരെ ആത്മഹത്യ ചെയ്തതാണെന്നൊക്കെ വിശ്വസിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, ഒന്നതാണെന്ന് തന്നെ നമ്മളിപ്പോഴും വിശ്വസിക്കുന്നത്. ഇത് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള സാധനമാണ്. ഞാൻ ക്യാമറയുടെ മുമ്പിൽ അന്ന് നിന്നിട്ടാണ് സ്റ്റോറി, ഇരുന്നിട്ടൊന്നുമല്ല. അവിടെ ക്യാമറയുടെ മുമ്പിൽ എല്ലാവരും നിന്നിട്ടാണ് ചെയ്യുക, പെമ്പിള്ളേരാണെങ്കിലും ഒക്കെ നിന്നിട്ടാണ് ചെയ്യുക. പെമ്പിള്ളേരെല്ലാം എന്ന് പറഞ്ഞാൽ ഈ പ്രോംപ്റ്റർ വെച്ചിട്ട് സ്ക്രിപ്റ്റ് വെച്ചിട്ടാണ്. എനിക്ക് സ്ക്രിപ്റ്റ് പരിപാടി എനിക്ക് നടക്കില്ല, നോക്കി വായിക്കൽ എനിക്ക് നടക്കില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇത് ഭയങ്കര ഇമോഷണലായിട്ട് ഞാൻ ചെയ്തു. ഫസ്റ്റ് സ്റ്റോറി ക്ലച്ച് പിടിച്ചു, ഫസ്റ്റ് സ്റ്റോറി നല്ല റീച്ചിൽ പോയി, ആ ചാനലിനകത്ത് അതുവരെയുള്ള ഏറ്റവും വലിയ റീച്ചിലേക്ക് ആ സ്റ്റോറി പോയി. അങ്ങനെ കോൺഫിഡൻസ് തോന്നുന്നു. അങ്ങനെ കോൺഫിഡൻസ് വന്നപ്പോൾ പിന്നെ ഈ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇന്ന് ആരെ ചീത്ത വിളിക്കണം എന്നുള്ളത് ആലോചിക്കുക. നമ്മളിങ്ങനെ അന്നത്തെ പിന്നെ വീഡിയോയുടെ രീതിയൊക്കെ അങ്ങനെയായിരുന്നു, ഒരു വ്ളോഗ് ടൈപ്പിലാണ്. അങ്ങനെ വന്നു. പിന്നീട് അവിടെ നിന്ന് ഇയാളെന്ത് കേട്ടി, ഈ അച്ചായന് ഇടയ്ക്ക് ചൊറിച്ചിലാണ്, പിന്നെ 20 വോയിസ് ഇട്ട് കൊടുക്കണമായിരിക്കും. ഈ മറ്റേ ഏതൊരു എന്താ പറയുക, അതിൻ്റെ പേരെനിക്ക് കിട്ടുന്നില്ല, ഓക്കെ, അതിനകത്ത് 1 മിനിറ്റുള്ള വോയിസ് 20 എണ്ണം, അതും തനി ഈ പിന്നെ പൈങ്കിളി സാധനങ്ങൾ വേണം ചെയ്യാൻ. 65കാരൻ 13കാരിയെ പിടിപ്പിച്ചു എന്നൊക്കെയുള്ള സാധനം വേണം ചെയ്യാൻ. അപ്പോൾ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇയാൾ പറഞ്ഞു, രാജൻ ഇപ്പോൾ പിന്നെ 2 സ്റ്റോറി ചെയ്യുന്നുണ്ട്, ഇനിയെ 3 സ്റ്റോറി ആക്കണം എന്നാണ്. അപ്പോൾ ഞാൻ 3 സ്റ്റോറി ആക്കി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ദിവസം ഇയാൾ പിന്നെ ഒരു അച്ഛനുമുണ്ട്, കോൺഫറൻസ് കോൾ ഇട്ടിട്ട് ഇയാൾ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ ബാവാണ്, അച്ഛനുമുണ്ട്, പിന്നെ ബാബു സാറുണ്ട് അതിൻ്റെ CEO, അവരെല്ലാം മര്യാദക്കാരാ. ഇയാൾ പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രാജൻ 3 എന്നുള്ളത് ഇനിയിപ്പോൾ നമുക്ക് 4 ആക്കണം, 4 5 ആക്കണം എന്നാണ്. ഞാൻ പറഞ്ഞാൽ ഞാൻ കുപ്പിയും തുറന്നിട്ടോ പൂതോ, തനിക്ക് തോന്നുന്ന പണിയാരെ, ഞാൻ നാളെ തൊട്ട് 2 ചെയ്യുള്ളൂ എന്നാണ്. ഞാൻ വാശി പിടിച്ചു. അതിൽ ഈ അച്ഛനും ഇവരെല്ലാം കൂടെ വന്നിട്ട് അനുനയിപ്പിക്കാൻ നോക്കി. ഞാൻ 2 ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അതെനിക്ക് മറുനാടൻ മലയാളിൽ അത്യാവശ്യം നല്ലൊരു ഓഫറിൽ, അന്നാണ് ആദ്യമായിട്ട് ഷാജസ്കരയെ കടന്ന് അങ്ങനെ ഒരു ഓഫർ വന്നു. അത് വന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് റിസൈൻ ലെറ്റർ കൊടുത്തപ്പോൾ ഇയാൾ പറഞ്ഞു, 2021 ഈ ഏപ്രിൽ മാസത്തിൽ തെരഞ്ഞെടുപ്പാണ്, മാർച്ച് ഞാൻ പിന്നെ ജനുവരി കയറുന്നു, മാർച്ചിൽ ഞാൻ റിസൈൻ ലെറ്റർ കൊടുക്കുന്നു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഇലക്ഷൻ കഴിയുന്നതിനും വരെ നിൽക്കണം, വഴിയിലിട്ട് പോകരുതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ മറുനാടൻ മലയാളിയുടെ ഓഫറിൻ്റെ പുറകെ പോയില്ല, ഞാനിവിടെ നിന്നു. പിന്നെ ഇയാളുടെ ചോദിച്ചില്ല. അങ്ങനെ ഞാൻ മെയ് മാസത്തിൽ വിട്ടുപോരുന്നു. അത് തന്നെ ഞാൻ പിന്നെ മാസത്തിൽ എല്ലാ ദിവസവും ജോലിക്ക് പോയില്ലായിരുന്നു, എനിക്ക് തോന്നുമ്പോൾ പോകും. അവസാനം പിന്നെ എൻ്റെ തീരുമാനം അങ്ങനെയായി. ഞാനും ഫിറോസ് അലി മുഹമ്മദ് എനിക്ക് പിന്നെ ഈ PR പ്രവീണിൻ്റെ കാര്യം പറഞ്ഞ പോലെ, അല്ലെങ്കിൽ അഷ്റഫ് തുണേരിയുടെ കാര്യം പറഞ്ഞ പോലെ, സന്തോഷ് ചന്ദ്രൻ്റെ കാര്യം പറഞ്ഞ പോലെ, പ്രതിഭയുടെ കാര്യം പറഞ്ഞ പോലെ, റഫീഖയുടെ കാര്യം പറഞ്ഞ പോലെ, ഇങ്ങനെയുള്ള ഒരുപാട് മാധ്യമരംഗത്തിൽ ഒരുപാട് സൗഹൃദങ്ങൾ കിട്ടിയത്. ഫിറോസ് അലി മുഹമ്മദ് അപ്പോൾ അവിടെ ജോയിൻ ചെയ്തു. അപ്പോൾ ഫിറോസും ഞാനും കൂടി പിന്നെ ഒരുമിച്ച് താമസിക്കുന്നത്. ഞങ്ങൾക്കൊരു വീടൊക്കെ എടുത്ത് തന്നു. ഈ വീട് തന്നെ ഇയാൾ കുറേ ദൂരെ കൊണ്ടിട്ട് എടുക്കാൻ നോക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ വീട് അവിടെ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഞാനൊരു വീട് ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് പൊട്ടക്കുഴി ജംഗ്ഷനിൽ. കാരണം പട്ടത്താണെന്ന് ഓഫീസ്, ആദ്യം കേശവദാസുരത്ത് എന്ന് പറഞ്ഞാൽ പട്ടത്തോട്ട് മാറി. ഞാൻ പറഞ്ഞു, പൊട്ടക്കുഴി ജംഗ്ഷനിൽ എനിക്ക് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. അല്ല രാജൻ, അവിടെ പിന്നെ അതിന് പിന്നെ റെൻറ്റ് കുറച്ചുകൂടെ കുറവാണ് എന്ന് പറഞ്ഞിട്ട് വേറെ സ്ഥലത്ത് കുറേ ദൂരം, ആ കുളത്തിനടുത്ത്. ഞാൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, എന്നെ പിക്ക് ചെയ്യാൻ കാറ് വിടുക, തിരിച്ച് ഡ്രോപ്പ് ചെയ്യാനും കാറ് വിടുക, അങ്ങനെയാണെങ്കിലേ ഞാൻ വരുള്ളൂ ഓഫീസിൽ, ഇല്ലെങ്കിൽ ഞാൻ അവിടെ കിടന്നോളൂ, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ പെട്ടുപോയി. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞ വീട് തന്നെ എടുത്തു അവസരം. അങ്ങനെ ഫിറോസുമായിട്ട് നല്ല ബന്ധമായി. അങ്ങനെ പിന്നെ ഞാനും ഫിറോസും എല്ലാം അവിടെ നിന്ന് വിടുക. ഈ പിന്നെ ഞാനും ഫിറോസും ഈ CEO ആയിരുന്ന ബാബു സാറും എല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് സ്റ്റേജ് ചെയ്ത് പോന്നു അവിടെ നിന്ന്. പിന്നെ കുറേ പിള്ളേരും അവിടെ നിന്ന് പോയി, എഡിറ്റേഴ്സും എല്ലാം ഞങ്ങൾ പോകുന്നതോട് കൂടിയിട്ട് എല്ലാവരും അങ്ങ് വിട്ടു പോന്നു. പിന്നെ കുറച്ച് ഒരു പണിയും വേറെ എവിടെയും കിട്ടാത്ത കുറച്ച് പിള്ളേർ മാത്രം അവിടെ വന്നു. ഇപ്പോൾ പിന്നെ അവിടെ നിത്യ അങ്ങനെ കുറച്ച് പേര് 2-3 പേരേ ഉള്ളൂ, ബാക്കിയുള്ളവരെല്ലാം പിന്നെ എല്ലാവരും അവിടെ വിട്ടു പോന്നു. അങ്ങനെ വിട്ടു, ഞാനും ഫിറോസും അവിടെ നിന്ന് വിട്ടു. വിടുന്ന സമയത്ത് ഫിറോസിൻ്റെ പേജിൽ ലൈവ് ചെയ്യുമായിരുന്നു ഞങ്ങൾ ഇലക്ഷൻ ടൈമിൽ 2021. അങ്ങനെ അവിടെ നിന്ന് വിട്ടു. വീണ്ടും ഞാൻ നാട്ടിൽ വന്ന് പറമ്പിൽ കൃഷിയായി. ഈ പിന്നെ ഫാമിലെ പാട്ടത്തിന് കൊടുത്തു.
എൻ്റെ പിന്നെ വീടിൻ്റെ താഴെ ഒരു 10 സെൻറ്റ് സ്ഥലമുണ്ട്. അവിടെ അത് ഞാൻ അവരോട് ചോദിച്ചിട്ട് ആ സ്ഥലത്തിനകത്ത് ഞാൻ കൃഷി ചെയ്തോട്ടെന്ന് വെച്ചു. അങ്ങനെ അവിടെ പാവയ്ക്ക ഉണ്ടാക്കുന്നു, പയറുണ്ടാക്കുന്നു, മത്തൻ ഉണ്ടാക്കുന്നു ഒക്കെ. കച്ചവടത്തിനൊന്നുമല്ല, എൻ്റെ ഒരു നേരം പോക്ക്. ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പം പിന്നെ ഇവർ ചോദിച്ചു സ്റ്റോറി ചെയ്യാമോ എന്ന് ചോദിച്ചു. അങ്ങനെ വെറും 250 രൂപ ഒരു സ്റ്റോറിക്ക് ഞാൻ തുടങ്ങുന്നത്. അത് ചെയ്തു, കുറച്ച് നാളങ്ങനെ ചെയ്തു. പിന്നെ അത് നിർത്തി. അയാൾ തന്നെ പിന്നെ നക്കിത്തരം കാണിച്ചിട്ട് ഞാൻ പിന്നെ തന്നെ നക്കിയ രക്ഷയാണ്. അത് കഴിഞ്ഞ് നിൽക്കുമ്പം ഞാൻ പിന്നെ എവിടെയും ജോലിയൊന്നും ചെയ്യുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല, ഇൻകം ഇല്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഈ മാത്യു സാമുവലിൻ്റെ നാരദ ന്യൂസിലെ മാത്യു സാമുവലിൻ്റെ പ്രൊഫൈൽ ശ്രദ്ധയപ്പെടുകയാണ്. അപ്പം ഈ തെഹൽക്ക മാത്യു സാമുവൽ എന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളി ഇതിന് ചാനൽ തുടങ്ങിയിട്ട് നോക്കുള്ളതും അതിനെക്കുറിച്ചിട്ടുള്ള സാധനങ്ങളും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഫേസ്ബുക്കിൽ കാണുന്നു. അപ്പോൾ ഞാൻ മെസ്സേജ് അയച്ചു, പിന്നെ കാൻ ഐ ടോക്ക് ടു യു നൗ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു യെസ് എന്ന് പറഞ്ഞു. അയാളെ നമ്പർ തന്നു, വിളിച്ചു സംസാരിച്ചു. അപ്പോൾ അടുത്ത ദിവസം കാണണം എന്ന് പറഞ്ഞു. അടുത്ത ദിവസം കണ്ടപ്പോൾ തന്നെ പുള്ളി ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി ഞാൻ അതിന് മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോസും കാണിച്ചു കൊടുത്ത് എപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അടുത്ത ദിവസം ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഇവിടെ 15,000 രൂപയ്ക്കായിരുന്നെങ്കിൽ അവിടെ പിന്നെ 30,000 രൂപയ്ക്കാണ് കയറുന്നത്. അവിടെ കയറുന്ന സമയത്തും ഫുൾ ടൈം ജോലിയാണ്. പിന്നെ ആഴ്ചയിൽ 6 ദിവസവും ജോലിയുണ്ട്. പിന്നെ മാസത്തിൽ ഞായറാഴ്ച അല്ലാതെ 2 ദിവസം എക്സ്ട്രാ ലീവ് എടുക്കാം. അങ്ങനെ കയറുന്നു. അവിടെ പിന്നെ CEO ആയിട്ടുള്ള ഹേമന്തേട്ടനായിരുന്നു. അങ്ങനെ അവിടെ ജോലിക്ക് കയറുമ്പോൾ എന്നെ സാധാരണയായിട്ട് എടുക്കുന്നത്. അപ്പം ജസ്ല മാടശ്ശേരി ഉണ്ട് അവിടെ, പിന്നെ വേറെ കുറേ പിള്ളേരുണ്ട്. അങ്ങനെ പിന്നെ ക്രിസ്, ശരത്ത്, അവരുമായിട്ട് എനിക്കിപ്പോഴും വ്യക്തിപരമായിട്ട് ബന്ധമുള്ളൂ. ബാക്കിയുള്ളവരുമായിട്ടൊക്കെയുള്ള ബന്ധങ്ങളൊക്കെ വിച്ഛേദിച്ചു പോയി. അങ്ങനെ ഞാൻ അവിടെ പിന്നെ കയറി പിന്നെ തുടങ്ങി. ഒരു മാസം ആകുമ്പോഴത്തേക്ക് എന്നെ പുള്ളി ഈ ജസ്ലെ അങ്ങ് പറഞ്ഞു വിട്ടു. എനിക്ക് അതിനകത്ത് വലിയ വിഷമം തോന്നിയാൽ അത് പിന്നെ ഒരുപാട് റീസൺ ഉണ്ട്. അവരുടെ അടുത്തും കുഴപ്പങ്ങളുണ്ടായിരുന്നു, ഇവരുടെ അടുത്തും കുഴപ്പങ്ങളുണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. അത് നമ്മൾ കുറേ പറഞ്ഞ് പരിഹരിക്കാനൊക്കെ ശ്രമിച്ച് നടന്നില്ല. അങ്ങനെ പക്ഷേ എനിക്ക് അവൾ പോയപ്പോൾ വിഷമമായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ എന്നെ ന്യൂസ് എഡിറ്ററാക്കി. പിന്നെ ബ്യൂറോ ചീഫായിട്ട് ഒരു ലോറൻസ് സാർ എന്ന് പറയും, പുള്ളി ഈ കൈരളി TVയിലൊക്കെ ഉണ്ടായിരുന്നു, പുള്ളിയെ കൊണ്ടുവന്നു. അപ്പോൾ എനിക്ക് ന്യൂസ് എഡിറ്ററായിട്ട്. പക്ഷേ ഞാനൊരു കാര്യം ഉണ്ടോ, ഞാൻ ഇന്ന് വരെ ജീവിതത്തിൽ ID കാർഡുകളൊക്കെ എല്ലായിടത്തും കിട്ടുള്ളൂ. ഈ കഴുത്തിലിടുന്ന സാധനം ഉണ്ടല്ലോ, ലോക്കറ്റ്. ഇത് ഈ തിരുവനന്തപുരത്തെ ചാനലിലും ഉണ്ടായിരുന്നു, നാരദ ന്യൂസിലും ഉണ്ടായിരുന്നു, എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഞാൻ ഈ കോപ്പ് ഇന്ന് വരെ എൻ്റെ കഴുത്തിലിട്ടിട്ടില്ല. ഈ സ്വന്തം ഒരു പിന്നെ ആത്മവിശ്വാസം ഇല്ലാത്ത ആൾക്കാരാണ് ഈ സാധനം കൊണ്ട് നടക്കുക. ഇപ്പോൾ ഉള്ള പല പിള്ളേരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ബാത്റൂമിൽ പോകുമ്പോഴും കുളിക്കുമ്പോഴും ഈ സാധനം കൊണ്ട് നടക്കും. അതേപോലെ വണ്ടിയിൽ പ്രസ് എന്ന് പറഞ്ഞു സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കും. ഞാൻ ഇന്ന് വരെ എൻ്റെ വണ്ടിയിൽ പ്രസ് എന്നുള്ള സ്റ്റിക്കർ ഒട്ടിച്ചിട്ടില്ല. ഞാൻ എവിടെയും പത്രപ്രവർത്തകൻ എന്നുള്ള രീതിയിലുള്ള പ്രിവിലേജ് എടുക്കാൻ പോയിട്ടില്ല. നമ്മൾ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയും ആക്സസ് കിട്ടുന്നേ. ആ വിശ്വാസക്കുറവ് കൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്. ഈ പ്രസ് സ്റ്റിക്കർ ഒട്ടിച്ച് നടക്കുക, എന്നാൽ വണ്ടി ഇവിടെ കയറ്റാൻ പറ്റുള്ളൂ. പിന്നെ ഈ ID കാർഡ് ഇട്ടോട്ട് ചായ കുടിക്കാൻ പോകുമ്പോൾ, ചോറ് കഴിക്കാൻ പോകുമ്പോഴൊക്കെ ഈ പിള്ളേർ ഇങ്ങനെ കൊണ്ട് നടക്കുകയായിരുന്നു. എനിക്ക് അവർക്ക് കാണുമ്പോൾ ചിരിയും വരും. ഞാൻ ഇന്ന് വരെ ഇട്ടിട്ടില്ല. ഞാൻ എൻ്റെ അടുത്ത് കിട്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് തന്നെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വീടൊക്കെ മാറിയപ്പോൾ അങ്ങനെ വന്ന് നാരദ ന്യൂസിൽ ചെയ്തു. പക്ഷേ നാരദ ന്യൂസ് മാത്യു സാമുവലുമായിട്ട് ഞാൻ പിന്നീട് ഒരുപാട് കാര്യങ്ങൾക്കകത്ത് ക്ലാഷൊക്കെ ഉണ്ടായെങ്കിലും അത് നല്ലൊരു പിന്നെ ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു മാത്യു സാമുവലിൻ്റെ അടുത്ത്. കാരണം ഓരോ സാധനത്തിനകത്തെ ന്യൂസ് സെൻസ് എന്ന് പറയുന്നത് പുള്ളിയുടെ ഭയങ്കര. ജിയോ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യാൻ അറിയും, നാഷണൽ പൊളിറ്റിക്സിനെ വേറെ ആംഗിളിൽ കാണാൻ പറ്റും. പിന്നെ ഇടയ്ക്ക് പൊട്ടത്തരം പറയാമെന്ന് ഞാൻ പറയാം. അത് പിന്നെ ഡിസഗ്രി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരുന്നു, നല്ല ബന്ധമുണ്ടായിരുന്നു. എന്നോട് പിന്നീട് പലവട്ടം എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. വീണ്ടും എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നിന്നെ ഷാജസ്കറിയായിട്ട് ഒരിക്കൽ പറഞ്ഞതാണ്. പിന്നെ പുള്ളി ആലുവ വീട്ടിലൊക്കെ വിളിച്ച് ഞങ്ങൾ ഒരുമിച്ച് മദ്യപിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ആലുവ വീട്ടിൽ വിളിച്ചിട്ട് ഞങ്ങളൊരു വർഷം നടക്കാനൊക്കെ പോയി. അപ്പോൾ എന്നോട് പറഞ്ഞു, എടാ നിന്നെ പിന്നെ ഷാജസ്കറിയായിട്ടും ബിനു ജോണായിട്ട് ലിങ്കാണ്, നിന്നെ രാജൻ ജോസഫായിട്ട് തന്നെ ഒരു ഐക്കോണിക് ഫിഗറായിട്ട് ഞാൻ മാറ്റുന്നൊക്കെ പറഞ്ഞു. അതിനുള്ള ശേഷി പുള്ളിക്കുണ്ടായിരുന്നു, അത് വേറെ കാര്യം. പക്ഷേ പിന്നീട് പല കാരണം കൊണ്ട് ചാനൽ തട്ടിത്തറഞ്ഞു പോയി. പിന്നെ അതിനകത്ത് ഒരുപാട് ക്ലാഷുകളുണ്ടായി, സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. CEOയും പുള്ളിയും തമ്മിൽ തെറ്റി. അങ്ങനെയൊക്കെ വന്നപ്പോൾ പിന്നെ അവിടെ നിന്ന് തൊട്ട് ഞാൻ ABC മലയാളം ചാനലിനകത്ത്, അത് ഫിറോസാണ്, എനിക്ക് ഫിറോസ് അലി മുഹമ്മദാണ് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ പഴയ നമ്മളെ ചലച്ചിത്ര താരം, അതേപോലെ തന്നെ സ്റ്റുഡൻസ് ഓൺലി എന്ന് പറഞ്ഞ കൈരളി ചാനലിനകത്ത് ആദ്യത്തായിട്ട് ക്യാമ്പസ് ടോക്ക് ഷോ സംഘടിപ്പിച്ചിട്ടുള്ള അടൂർ ഗോവിന്ദൻകുട്ടിയുടെ ABC മലയാളത്തിനകത്ത് ഞാനും ഫിറോസും കൂടി ഇരുന്നിട്ടുള്ള ഡിബേറ്റ് തുടങ്ങുന്നു. സിംഗിൾ സ്റ്റോറി ഇടയ്ക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ക്ലിക്കായി കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ഗോവിന്ദൻകുട്ടിക്ക് മുൻകോവ, എനിക്ക് മുൻകോവ. ഞങ്ങളിപ്പോഴും നല്ല സൗഹൃദം കേട്ടോ. ഇപ്പം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കും. ഇപ്പോൾ ഞാനന്ന് മേയറുടെ കേസിന് വേണ്ടി തിരുവനന്തപുരത്ത് പോകുമ്പോൾ ഗോവിന്ദൻകുട്ടിയോട് പറഞ്ഞു, പിന്നെ ഒരുമിച്ച് കയറി ലോക്കാവല് പുറത്ത് ആളെ കാത്തു നിർത്തണം. കാരണം എന്തെങ്കിലും വന്നിട്ട് അവന്മാർ പിടിച്ചിട്ട് വല്ല ജാമ്യം കിട്ടാതെ വകുപ്പ് എടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദൻകുട്ടി പറഞ്ഞിട്ടുള്ള. പിന്നെ തിരിച്ചു വന്നപ്പോൾ ഗോവിന്ദൻകുട്ടിയുടെ വീട്ടിൽ കയറി ഗോവിന്ദൻകുട്ടിയുടെ ജ്യേഷ്ഠനെ കണ്ടിട്ടാണ് തിരിച്ചു വരുന്നത് അടൂര്. അപ്പോൾ ഗോവിന്ദൻകുട്ടിയുടെ ചാനലിൽ കയറുന്നു. അവിടെ 2-2.5 മാസം ചെയ്തു. പിന്നീട് ഞാൻ എവിടെയും ചെയ്യുന്നില്ല.
എൻ്റെ ലൈഫിൽ പിന്നെ ഒരുപാട് പ്രശ്നങ്ങളിലേക്കായിരുന്നു. അപ്പോൾ പിന്നെ ഡിവോഴ്സ് നടക്കുന്ന സമയത്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഈ പ്രോപ്പർട്ടീസ് പിന്നെ കൃത്യമായിട്ട് പിന്നെ തിരിച്ചെനിക്ക് എഴുതി, പിന്നെ അവളെ കൂടി പേരിൽ മേടിച്ചതാണ്, അപ്പോൾ തിരിച്ചെഴുതേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ഈ അത്തരം കാര്യങ്ങളിലങ്ങ് എൻഗേജായി. അങ്ങനെ കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് വിട്ട് കഴിയുമ്പം എന്നോട് അപ്പോൾ ആ സമയത്താണ് ഞാൻ ഈ ഉമ്മൻചാണ്ടിയുടെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഞാനൊരു സ്റ്റോറി ചെയ്യുന്നത്. അതന്ന് കേരളത്തിൽ വലിയൊരു വൈറലായി, എൻ്റെ പേഴ്സണൽ പേജിനകത്ത് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നവകേരള ചാനലിൽ നിന്ന് വന്നിട്ട് എൻ്റെ ഇൻ്റർവ്യൂ എടുക്കുന്നത്. രോഹിത് വരുന്നു, ഇൻ്റർവ്യൂ എടുക്കുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു അവിടെ ജോയിൻ ചെയ്യാൻ പറ്റുമോ. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ പിന്നെ ഇപ്പോൾ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ കഴിഞ്ഞു. പിന്നെ അവരുടെ ഇവൻറ്റിന് എന്നെ ഗസ്റ്റായിട്ട് വിളിച്ചു. അതിൻ്റെ ഓണർ രാഹുൽ ചക്രപാണിയൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ MD പിന്നെ MD ആണോ CEO ആണോ റിനോ. അപ്പം അങ്ങനെ വിളിച്ചു. ഇന്നുപോലെ അവിടുത്തെ പിന്നെ സ്റ്റാഫായിരുന്ന ഷാൻ എന്നെ വിളിച്ചു. ഷാൻ്റെ പിന്നെ ഷാൻ്റെ ഉമ്മയും ഉപ്പയൊക്കെ എനിക്കറിയാം. ഷാൻ്റെ അനിയത്തിയുടെ കല്യാണമാണ് ആഗസ്റ്റ് 25-ാം തീയതി. അത് വിളിക്കാൻ വേണ്ടിയിട്ട് അവൻ വിളിച്ചിരുന്നു. അവൻ പറഞ്ഞ കൊട്ടാരക്കരയിൽ പിന്നെ ഇവൻ്റ് പിന്നെ 25-ാം തീയതി കല്യാണമാണ്. അത് കഴിഞ്ഞിട്ട് 26-ാം തീയതി ഇവിടെ റിസപ്ഷൻ ഉണ്ട്. പക്ഷേ സാറ് പറ്റി അങ്ങോട്ട് തന്നെ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് വിളിച്ചാൽ നല്ല ബന്ധങ്ങളുള്ള. അങ്ങനെ രോഹിത് എന്നോട് പറയുന്നു അവിടെ ജോയിൻ ചെയ്യുന്ന കാര്യം പറയുന്നു. അങ്ങനെ ഞാൻ അവിടെ 2000 അപ്പോഴും 3-5 മാസം പിന്നെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ആകെ 13 മാസം ഞാനുള്ള ലൈഫാണ്. 2023 മാർച്ച് മാസം 26-ാം തീയതി ഞാൻ അവിടെ തുടങ്ങുന്നു. ഫസ്റ്റ് സ്റ്റോറി സവർക്കറെ കുറിച്ചായിരുന്നു. അത് ക്ലിക്കായി. പിന്നെ അവിടെ ചെയ്യുന്നതിനെല്ലാം നല്ല റീച്ച് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് ചെറിയ ഫിസിക്കൽ ഇഷ്യൂസ് ഉണ്ടാവും. അങ്ങനെ ഞാൻ പിന്നെ ചെയ്യാതെ ആവുന്നു. പിന്നെ 4 മാസം ബാംഗ്ലൂർ പോയി നിന്നു. മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കാത്ത രീതിയിലാണ് പോയി നിന്നിരുന്നത്. ആ രീതിയിൽ പിന്നെ ഒരു പിന്നെ മനസ്സിനൊക്കെ ചേഞ്ച് വരട്ടെ എന്ന് എഴുതിയിട്ടുള്ള രീതിയിലുള്ള ഒരു റീഹാബിലിറ്റേഷൻ സെൻ്ററിലാണ് പോയിരുന്നത്. 4 മാസം ഫോൺ പോലും ഉപയോഗിക്കാൻ പറ്റില്ല, ഒന്നുമില്ല. ആകെ 2 മണിക്കൂർ നേരം TV കാണാനും പത്രം വായിക്കാനൊക്കെ ഉള്ള സമയം കിട്ടുള്ളൂ. പിന്നെ ചെസ് കളിക്കാനും ഒക്കെയുള്ള. അങ്ങനെ പിന്നെ പോയി ഒന്നും ചെയ്തില്ല. പിന്നെ അവിടെ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞപ്പം ആണ് ഞാൻ അപ്പോൾ ശ്രീലാപിള്ള എന്ന് പറയും ഭാരത് ലൈവിൻ്റെ ശ്രീലാപിള്ള എന്നെ 2028 തന്നെ ABC കയറിയ സമയത്ത് തന്നെ വിളിച്ചിരുന്നു. എന്നോട് പിന്നെ പറഞ്ഞു രാജാ ഇനി എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ എന്നോട് പറയണം എന്ന് പറയായിരുന്നു. ശ്രീലയെ എനിക്ക് ഫിറോസ് മുഖേനയുള്ള ബന്ധമാണ്. ഒരുപാട് ബന്ധങ്ങൾ അങ്ങനെ പിന്നെ പലരും മുഖേന കിട്ടിയിട്ടില്ല. അങ്ങനെ ശ്രീല പിന്നെ പ്രിയ എന്ന് പറയും അവളുടെ പ്രീതിയുടെ അടുത്ത് നമ്പർ മേടിച്ചിട്ട് എന്നെ വിളിക്കുന്നതെന്ന് പറഞ്ഞു. പ്രീതി മാധ്യമ പ്രവർത്തകയാണ്. പ്രീതിയും പിന്നെ ന്യൂസ് 18-ലും ഇന്ത്യ വിഷനിലൊക്കെ ഉണ്ടായിരുന്ന ആ പ്രീതിയുടെ അടുത്ത് നമ്പർ മേടിച്ചിട്ട് എന്നെ വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ പിശാചിൻ്റെ അടുത്ത് ഞാൻ കുറേ പ്രാവശ്യം നമ്പർ ചോദിച്ചിട്ട് കിട്ടിയില്ല, ഇപ്പോഴാണ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിക്കുന്നത്. അങ്ങനെ വിളിച്ച് പിന്നെ അപ്പോൾ ശ്രീല ഞാനിങ്ങനെ തിരിച്ചു വന്നതാണ്. അപ്പോൾ പിന്നെ എന്നെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഭാരത് ലൈവിൽ ഞാൻ കുറച്ച് സൂസ്റ്റ് ചെയ്തു. പിന്നെ ഭാരത് ലൈവിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിനകത്ത് ഉണ്ടാകുന്ന കുറച്ച് പിന്നെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വേറെ ടൈപ്പ് ഓഡിയൻസാണ്. അപ്പോൾ എനിക്കൊരു ഡിസ്കംഫർട്ടബിൾ ആയിട്ടൊക്കെ തോന്നി. ഞാൻ എന്നിട്ട് തിരുവനന്തപുരത്ത് പോയപ്പോൾ പോലും ഏപ്രിൽ മാസത്തിൽ തിരുവനന്തപുരത്ത് പോയപ്പോൾ പോലും ഞാൻ പോയിട്ട് ഒരു ദിവസം പോയിട്ട് 4 സ്റ്റോറിയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടുത്തെ സ്റ്റുഡിയോയിൽ. ഇവിടെ നിന്ന് കൊച്ചിയിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ മെല്ലെ അവിടെ നിന്ന് നിൽക്കുന്ന സമയത്താണ് എന്നോട് ഈ സ്മാർട്ട് പിക്സിൽ അനീഷ് വിളിക്കുന്നത്. അനീഷ് ഞാൻ തിരുവനന്തപുരത്ത് ഉണ്ടാകുമ്പോഴാണ് വിളിക്കുന്നത്. അനീഷ് വിളിച്ചു ചെയ്യാമോ അങ്ങനെ പിന്നെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു പിന്നെ ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് ചെയ്തുകൊണ്ടിരിക്കുക നോക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ സ്മാർട്ട് പിക്സിൽ ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഇടയ്ക്ക് ഡിബേറ്റിന് പിന്നെ വേറെ ചാനലിനകത്തും ചെയ്യുന്നുണ്ട്, കേരള സ്പീക്ക് എന്ന് പറഞ്ഞ ചാനലിനകത്ത്. ഞാൻ പറഞ്ഞു വന്നത് നമ്മളടുത്തൊരു മരുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു ചെറിയ കനൽ മതി. ഈ മറ്റവരെ ഇവർ പറഞ്ഞ കനലല്ല കേട്ടോ, കനലൊരു തരി മതി എന്നൊക്കെ പറഞ്ഞാൽ ആ കനലങ്ങ് അസ്തമിച്ച് പോയി. ഏത് ആലപ്പുഴയിലെ. പിന്നെ ഇപ്പുറത്തൊരു കനലുണ്ടായി, അതൊക്കെ ഏറാദർശം നല്ല മനുഷ്യനായതുകൊണ്ട്. അങ്ങനെയല്ല, നമ്മുടെ മനസ്സിനകത്തൊരു എവിടെയെങ്കിലും ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ നമുക്കത് പിന്നെ എത്തിപ്പിടിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം പറഞ്ഞത്. പിന്നെ ഞാനിപ്പോഴും പറയുന്നു, ഞാൻ മാധ്യമപ്രവർത്തകർ എന്നുള്ളത് അവകാശപ്പെടുന്നില്ല. കേരളത്തിലെ ആയിരക്കണക്കിന് മാധ്യമപ്രവർത്തകരിൽ ഏറ്റവും അവസാനത്തെ ആളാണ് ഞാൻ എന്നുള്ളത് വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ നടത്തുന്ന മാധ്യമപ്രവർത്തനമാണെന്നുള്ളതോ വേണ്ട സ്റ്റഡി പോലും നടത്തുന്നില്ല. എനിക്കിരുന്ന് ഇതേപോലെ ഇരുന്ന് പറയാൻ തോന്നുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയണമെന്നല്ലാതെ പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള റെഫറൻസ് നടത്താറില്ല, ഒന്നുമില്ല. എല്ലാവരും പറയാറുണ്ട് പിന്നെ നീ ഒന്ന് റെഫർ ചെയ്തിട്ട് പറ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റഡി നടത്തിയിട്ട് പിന്നെ റിസർച്ച് നടത്തിയിട്ട് പറ ഒരു സ്റ്റോറിയെ കുറിച്ച് എന്നുള്ളത്. എനിക്കതിനൊന്നും തോന്നാറില്ല. എനിക്ക് എൻ്റെ ഞാൻ പറഞ്ഞല്ലോ മെൻ്റലി വളരെ ഡിസ്കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സോണിൽ കൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ പിന്നെ മരണത്തെക്കുറിച്ച് പോലും ചിലപ്പോൾ ആലോചിച്ച് പോകുന്നു പറഞ്ഞിട്ടില്ലേ. ഒരിക്കലും ഞാൻ ചെയ്യില്ല, അതെനിക്ക് ഉറപ്പാണ്. ഒരിക്കലും ഞാൻ ചെയ്യില്ല.
അല്ലെങ്കിൽ എനിക്ക് അത്ര ബോധം കെട്ട് വല്ല ഭ്രാന്തും വരണം, എന്നാലേ ഞാൻ ചെയ്യുള്ളൂ. കാരണം ഇല്ലെങ്കിൽ എൻ്റെ അനിയത്തിമാർക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യം ഞാൻ ചെയ്യില്ല. പക്ഷേ ഇന്നിപ്പോൾ ഇതൊക്കെ പറയണമെന്ന് തോന്നി. അപ്പം മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾ ആർക്ക് മാധ്യമപ്രവർത്തനത്തിന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിലും ഞാനിപ്പോഴും പറയാം, ഒരു മാസം എൻ്റെ കൂടെ ഒന്ന് വെറുതെ വർത്തമാനം പറഞ്ഞ് നടന്നാൽ മതി, ഈസി ആയിട്ട് പഠിപ്പിച്ചു തരാം. ഈ ബ്ലോഗ് ചെയ്യലോ ഈ കാര്യങ്ങളൊന്നും ഇത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മറ്റേ സീക്രട്ട് ഏജന്റ് ഇരിക്കുന്ന പോലെ ഇങ്ങനെ ഒരു കോപ്പുമില്ലാന്നേ. ഇതൊരു പുല്ലുമല്ല, ഇത് എന്തുവാ, ഏത് പട്ടിക്കും പറ്റും. എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ ആർക്കും പറ്റും. ഇതുപോലെ മാധ്യമപ്രവർത്തകർ പ്രസ് എന്ന് എഴുതിയിട്ട് വണ്ടീൻ്റെ മേലെ ഒട്ടിച്ച് വയ്ക്കുക, ID കാർഡ് കഴുത്തെ തൂക്കിയിട്ട് കക്കൂസി പോകുമ്പോൾ ഇതിട്ടുകൊണ്ട് പോവുക. ഇതൊക്കെ അല്പത്തരാണ്. ഇവരടുത്തൊന്നൊരു സാധനമില്ല. സാധനം ഇല്ലാത്തതുകൊണ്ട് ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്. എന്തായിരുന്നാലും ശരി, ഞാൻ ഒരുപാട് നേരമായിട്ട് സംസാരിക്കുന്നു, സോറി. ഞാൻ ഭയങ്കര ഇമോഷണൽ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തോന്നിയത് കേട്ടോ.